കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടന നിന്നാണ്. നമ്മൾ വളരെ കാലത്ത് ഇടപെടലിന് ശേഷമാണ് ഏകദേശം ഒരു 6 മാസത്തോളമായി എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ IFAയുടെ 10ാമത്തെ ഒരു സെഷനാണ്. ഈ വൈകിയ വേളയിൽ കൂടുതലും സംസാരിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി കേട്ടിരിക്കുന്നത് യുവ പ്രഭാഷകനായിട്ടുള്ള സഹീർ ഫാറൂഖി വട്ടമാണ്. അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ശ്രമിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് സഹീർ വട്ടത്തെ ക്ലാസ് എന്നതിനോട് ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. വന്നിരുന്നല്ലേ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാനരായ എറണാകുളം ഈ ഇൻഫോ പാർക്ക് കേന്ദ്രീകരിച്ച് ഇവിടെ ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രീതിയിലൊരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കാം. ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരാണ് എൻ്റെ വീട്. എനിക്ക് ഓൾറെഡി നേരത്തെ പരിചയമുള്ള കുറേ ആളുകൾ അവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചു. എന്നിരുന്നാലും അധികം സമയം കളയാതെ നിങ്ങൾ എന്നെ ക്ഷണിച്ച വിഷയത്തിലേക്ക് ഞാൻ കടക്കണം. ഇവിടെ ഒരു പക്ഷേ സാധാരണ ഈ പ്രോഗ്രാം നടക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രഭാഷകർ വന്നുകൊണ്ട് വളരെ വലിയ ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ടോ? ഞാൻ മനസ്സിലാക്കണം എൻ്റെ ഒരു പ്രസന്റേഷൻ രീതി, സംസാര രീതി വ്യത്യസ്തമായിരിക്കും. ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സംസാരമായിരിക്കും ഞാൻ എൻ്റെ ഭാഗത്തുണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കും. പലരും ചിലപ്പോൾ പല തിരക്കിനിടയിൽ ഓടി വന്നതാവും, ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം പങ്കെടുക്കണം? നമ്മൾ ഒരുപാട് തിരക്കിൽ ഓടുന്ന ആളുകളാണ്. അങ്ങനെ തിരക്കുകൾക്കിടയിൽ ഇതിനെന്തുകൊണ്ട് ഇതിനൊരു പ്രസക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ആദ്യം ഒന്നും ചെയ്തിട്ടില്ല, എന്റെ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എനിക്ക് തന്നെ ഇവിടെ വന്നപ്പോൾ പറയണമെന്ന് തോന്നിയിട്ട് പറയും.
സൈഡുമായിട്ട് കാണുന്നത് ഷഹാദത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നാട്ടില് ഒരു സുഹൃത്ത്, അവന് എറണാകുളത്ത് ഇവിടെ ജോലി ചെയ്യുന്നു. അവന് സാധാരണ ജോലിയാണ്, ഷോപ്പിലോ അല്ലെങ്കിൽ ഓരോ കമ്പനിയിലുള്ള ഒരു സാധാരണ സ്റ്റാഫായി ജോലി ചെയ്യുന്നു. അവന്റെ ഏജ് 22 വയസ്സാണ്. അങ്ങനെ അവന്റെ ഉമ്മാക്ക് ഒരു സർജറി ആവശ്യമാണ്. സർജറി കൊണ്ടുപോയി കാണിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ സർജറി മൈനർ അല്ല, മേജർ ആയിട്ടുള്ള സർജറി. ഇത് മൈക്കിന്റെ ഇതല്ലല്ലോ, മേജർ ആയിട്ടുള്ള സർജറി. അപ്പൊ അങ്ങനെ ആ സർജറിന്റെ ആവശ്യം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുറച്ച് പ്രധാനപ്പെട്ട സർജറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ അടുത്ത ബന്ധുക്കളെ ഒന്ന് വിളിച്ച് കാണാമെന്നാണ്. അങ്ങനെ ഈ ഉമ്മ ആദ്യം വിളിച്ചത് തൊട്ടടുത്തില്ലാത്തൊരു ബന്ധു മകനാണ്. മോനെ വിളിച്ചത് പറഞ്ഞു, ഉമ്മാക്ക് തന്നെ സർജറി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും വരണം, എന്നെ കാണണമെന്ന് ബോധിയുണ്ട്. അപ്പൊ ഉമ്മ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ കണ്ടില്ലെങ്കിലോ. അത് കേട്ടപ്പോൾ മോനൊരു വിഷമം തോന്നി. ഇവിടെ നിർബന്ധിച്ച് ലീവ് വാങ്ങിയിട്ട് അവന് ഉമ്മാനെ കാണാൻ വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ഉമ്മാനെ കണ്ടു, ഉമ്മാനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, യാത്രയൊക്കെ പറഞ്ഞു. ഉമ്മ ഓപ്പറേഷൻ വേണ്ടി കയറി. ഉമ്മാന്റെ ഓപ്പറേഷൻ പിന്നെ കഴിഞ്ഞു. ഉമ്മാനെ സ്ത്രീകളുടെ വാർഡിലേക്ക് ആക്കി. ഇവിടുന്ന് പോയ പിറ്റേ ദിവസം ഇവർക്ക് ശക്തമായ പനി, നല്ല ക്ഷീണം. അപ്പൊ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള OP-യിൽ കാണിച്ചു ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ പിന്നെ ഡോക്ടർ പറഞ്ഞു, കുറവില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ കുറച്ച് എഴുതി കൊടുത്തത് ടെസ്റ്റ് ചെയ്ത് കാണിക്കണം എന്നാണ്. കുറവില്ല, കൂടി. 2ാം ദിവസം കൂടി ടെസ്റ്റുകൾ പിന്നെ ചെയ്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്, നല്ലോണം കൂടുതൽ. ഇവിടെ നമുക്ക് പനിയുണ്ട്, അത് ജസ്റ്റ് ഇങ്ങനെ പാരസെറ്റമോളൊക്കെ വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ്, പക്ഷെ അത് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും കുറവില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ അവനുള്ളത്. സ്വാഭാവികമായിട്ടുള്ള ഉറപ്പൊഴിക്കലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അന്ന് രാത്രി നമ്മുടെ കാര്യം വശലായി, അസുഖം കൂടി. ഡോക്ടർ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി, അവിടുന്ന് ICU-യിലേക്ക് മാറ്റി. 3ാം ദിവസം ICU-യിൽ വെച്ച് തമിഴ്നാട്. അങ്ങനെ മരിച്ച വിവരം ഉമ്മാനോട് പറഞ്ഞു. ഇവരുടെ മയ്യത്ത് വൈകുന്നേരമാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഇവരുടെ വീട്ടിലേക്ക് പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറിന് പോകാനുള്ള വഴിയാണ് ഓടുന്നുണ്ടാവും. നടന്നിങ്ങനെ പോകുന്നത് പണി തീരാത്ത വൈറ്റ് സിമെന്റ് മാത്രം അടിച്ച നിലം സിമെന്റ് കൊണ്ട് പരത്തിയൊരു വീടാണ്, പണി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വീട്ടിലേക്ക് അവൻ ഉമ്മാനെ കൊണ്ടുവരുമ്പോ വീട് എത്തുന്നത് വരെ അവനോട് എന്ത് പറഞ്ഞിട്ടില്ല, മോൻ മരിച്ചിട്ടെന്ന് പറഞ്ഞില്ല. വീട് എത്താൻ നേരത്തെ കൂടുതൽ ആൾക്കാർ പറഞ്ഞു, മോനക്ക് സുഖം കേട്ടോ. അങ്ങനെ വീട്ടിന്റെ ആ വഴിയിലേക്ക് എത്തിയപ്പോ ഉമ്മ ആൾക്കൂട്ടം കാണും. ഞങ്ങളുടെ വീട്ടിൽ മെയിൻ റോഡൊന്നല്ലോ. അപ്പൊ ആള് ഇങ്ങനെ കണ്ട ഉമ്മാക്ക് എന്നെ ബേജാറാണ്. ഉമ്മ ഒരിക്കലും ആരെ ചിന്തിക്കണില്ല, മോനെ ചിന്തിക്കണില്ല. കാരണം മോനെ ഹോസ്പിറ്റലിൽ കണ്ടതല്ലേ. ഉമ്മ ഭർത്താവിനെയും വല്യപ്പാനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കണം. അങ്ങനെ വീടിന്റെ കയറ്റിയപ്പോ ഉമ്മ കാണാണ്, ഉമ്മ ഇറങ്ങിപ്പോയ ഉമ്മാന്റെ സ്വന്തം വീട്ടിന്റെ ഹാളിൽ ഫ്രീസറില് മകന്റെ മയ്യത്ത് ഇങ്ങനെ ഉമ്മ കാണണം. ഉമ്മാക്ക് സഹിക്കാൻ പറ്റൂലല്ലോ. ഉമ്മ വിങ്ങിപ്പൊട്ടി ഉമ്മാനെ കരച്ചിൽ വിലാപം ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ഇടയിൽ ഉമ്മ അറിയാതെ പറഞ്ഞു പോയി, എടാ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് ഞാൻ മരിക്കുന്നു വിചാരിച്ചിട്ടല്ലേ, നിന്നേക്കാൾ അസുഖം എനിക്കല്ല ഉള്ളത്, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, നിന്നേക്കാൾ പ്രായം കൂടിയ ആള് ഞാനല്ലടാ ആദ്യം മരിക്കേണ്ടത്, ഈ ആളോടാ ആദ്യം മരിച്ചു പോയത് ആര് പറഞ്ഞു പോയി. ഉമ്മ പറഞ്ഞു. ഈ ഇരിക്കണ എന്റെ മുമ്പിൽ ഇരിക്കണ നമ്മളെല്ലാവരും വിചാരിച്ചിട്ട ഒരു കാര്യം എന്താണല്ലോ, എന്റെ വല്യപ്പ മരിക്കും, പിന്നെ എന്റെ വല്യമ്മ മരിക്കും, പിന്നെ എന്റെ ഉപ്പ മരിക്കും, പിന്നെ എന്റെ ഉമ്മ മരിക്കും, പിന്നെ എന്റെ മൂത്ത കാക്കാരും താത്തക്ക മരിക്കും, ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് മരിക്കുക എന്നാണ് നമ്മളിൽ പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മരണത്തിനൊരു കുഴപ്പമുണ്ട്. മരണം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രായഭേദമന്യേ നമ്മളെല്ലാവരെയും പിടിക്കും. മരണം എങ്ങനെയാണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കണം, 22 വയസ്സിന്റെ മേലെ നീച്ചുന്നതാണ്. ചെറിയ കുട്ടികൾക്കല്ലാത്തവരും 22 വയസ്സുമായ ജീവിതത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് സ്വപ്നങ്ങൾ നെയ്തണി പിന്നെ പഠിപ്പിയെത്തിയ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോകാമെങ്കിൽ ഈ സംസാരിക്കുന്ന എനിക്ക് കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാന്റെ ലിസ്റ്റിൽ മരിക്കാനുള്ള പ്രായം എപ്പോഴോ ആയിട്ട്. അവിടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മ. ദുനിയാവിന്റെ തിരക്കുകൾക്കിടയിൽ ഓടുന്നതിനിടയിൽ ഒന്നൊരു തിരിച്ചുവിളിയാണ്, അള്ളാന്റെ ഒരു വിളി വരികയാണ്. അതുപോലെ ഇതൊന്ന് കേൾക്ക്, നിന്റെ ഓട്ടം ഒന്ന് കുറച്ചിട്ട്
ഈ എന്നെ ഒന്ന് ശ്രദ്ധിക്കും. ഒരു പക്ഷേ ഞാനിങ്ങനെ ക്ലാസ് തുടങ്ങുമ്പോൾ എന്റെ ക്ലാസ്സിന് മുമ്പ് കേട്ട് പരിചയമുള്ള ആളുകൾക്ക് ഒരു പക്ഷെ ഉണ്ടാവും, സേവന ക്ലാസ് ആണെങ്കിൽ ഒരു ധാരണ ഉണ്ടാവും ഇങ്ങനെ ക്ലാസ് വരികയാണ്. പക്ഷെ ഭൂരിപക്ഷം ആളുകൾക്ക് എന്റെ ക്ലാസ് ആദ്യം കേൾക്കുന്നവരായിരുന്നു. അപ്പൊ നിങ്ങള് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനെ ക്ലാസ് തുടങ്ങുന്നത്. കണ്ടോ, ഞാനിവിടെ വന്ന് സലാം പറഞ്ഞപ്പോൾ ആരും പ്രയാസപ്പെടുത്താൻ പറയാം. നിങ്ങൾ എന്തൊക്കെയോ സംസാരത്തിനൊക്കെയുള്ള ഞാൻ അവിടെ ആരോടും ഉണ്ടായിരിക്കാൻ പറഞ്ഞില്ല. പക്ഷേ ഇപ്പോ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി. അങ്ങനെയാണ് നമുക്ക് നമ്മൾ ആവശ്യക്കാരായിട്ട് മാറും. ആവശ്യക്കാരായിട്ട് മാറുമ്പോഴാണ് വിഷയത്തിന് എന്തുണ്ടാവുള്ളൂ, പ്രസക്തി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മുടെ വിഷയത്തോടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഷഹാദത്ത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. വളരെ ഫെമിലിയർ ആയ, നമുക്ക് ആർക്കും പരിചയമില്ലാത്ത വിഷയമൊന്നുമല്ല, വളരെ ഫെമിലിയർ, എല്ലാവർക്കും പരിചയം ഉള്ളൊരു വിഷയമാണ് ഷഹാദത്ത്. ഇതെന്താണ് ഇപ്പൊ ഇതിന് മാത്രം പറയാൻ? ഞങ്ങൾക്കൊക്കെ ഷഹാദത്ത് അറിയാലോ. സിമ്പിൾ. ഞങ്ങൾ മദ്രസയിൽ 2ാം ക്ലാസ് മുതൽ 1ാം ക്ലാസ് മുതൽ അൽഫിത്രയിൽ മുതൽ ഞങ്ങൾ പഠിച്ച കാര്യമാണ്. എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു പ്രസംഗമൊക്കെ പറയാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ അതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മളൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ. ഓക്കെ, ഞാൻ ഈ ഒരു പിക്ചർ ഓർമ്മ ഉണ്ടോ? നമ്മളിങ്ങനെ കിടന്ന് ഓർമ്മ ഉണ്ടോ? യെസ് ഓർ നോ? നോ. ഓർമ്മ ഉണ്ടോ എന്ന് ചെയ്യാം. എത്ര സിമ്പിൾ ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇങ്ങനെ കിടന്നിട്ടുണ്ടോ? യെസ് ഓർ നോ? നമ്മളെല്ലാവരും ഇങ്ങനെ കിടന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കിടക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേക റൂം ഉണ്ടാക്കിയിട്ടില്ല, പ്രത്യേക ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല, അതിനുവേണ്ടി ഇങ്ങനെ സമ്പാദിച്ച് സേവിങ്സ് നടത്തിയിട്ടില്ല, ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ല, രാവിലെ വൈകുന്നേരം വരെ കുറെ പണി നടത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ സേഫായി, വളരെ സേഫ്. വായു കടക്കൂല, മർദ്ദം കടക്കൂല, വെള്ളം കടക്കൂല, വെളിച്ചം കടക്കൂല, ഒരു ഇരുട്ടറയിൽ നമ്മളുണ്ടായി. എന്നാൽ അവിടെ ഉപ്പ് അധ്വാനിക്കാൻ പോകേണ്ട, അമ്മ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് കൃത്യമായിക്കൊണ്ട് മുടങ്ങാതെ ഭക്ഷണം കിട്ടി, വെള്ളം കിട്ടി, മറ്റാവശ്യമായ എല്ലാം കിട്ടി. കാരണം അള്ളാഹു നമ്മളെ ചെയ്തു അതിമനോഹരമായിക്കൊണ്ട് ഇങ്ങനെ വളർത്തിയെടുക്കും. രസമായിട്ട് വളർത്തിയെടുത്ത് അതിനെ വളർത്തിയെടുക്കണം. അത്ര സേഫ് ആയിട്ടാണ് ഉമ്മാന്റെ മടിയിലെടുത്ത കുട്ടിയൊക്കെ ഇത്രയും സുരക്ഷിതമായിക്കൊണ്ട് എന്ത് മനോഹരമാണ് അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച സംവിധാനം. അങ്ങനെ നമ്മളത് മനസ്സിലാക്കിയതുപോലെ ഈ പ്രായത്തിന് മുമ്പ്, ഇതിനു മുമ്പുള്ള, ഞാൻ ഒരുപാട് സ്ലൈഡ് ഉണ്ടായിരുന്നു, സ്ലൈഡ് കുറക്കാൻ വേണ്ടി പിക്ചേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടാവും. എംബ്രിയോ ഭ്രൂണമാവുന്ന സമയം, ആ സമയം മുതൽ തന്നെ അള്ളാഹു, നമുക്കറിയാം എംബ്രിയോകൾക്ക് ആ ഭ്രൂണത്തിനൊരു മിടിപ്പുണ്ടാവും, എന്ന് വെച്ചാൽ അതിന് ജീവൻ ഉണ്ടാവും. ഏകദേശം 1 മാസം ആകുമ്പോഴേക്ക് തന്നെ മിടിപ്പ് തുടങ്ങുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന് ജീവൻ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ഇപ്പൊ ജീവൻ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പക്ഷെ നമ്മൾ മനസ്സിൽ ഇസ്ലാമിക അധ്യാപന പ്രകാരം ആ കുഞ്ഞിന്റെ 4ാം മാസത്തിൽ എന്ത് ചെയ്യും, ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് അള്ളാഹു മലക്കുകൾ അയച്ച് റൂഹ് വിടപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. റൂഹിനെ അതിലേക്ക് സന്നിവേശിക്കും. അപ്പൊ ആദ്യം ജീവനുണ്ട്, പിന്നെ റൂഹ് കയറി വരുന്നത്. ഒരു സംശയം, റൂഹും ജീവനും വേറെയാണോ? അല്ലെ, ആത്മാവും റൂഹും വേറെയാണോ സംശയം. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തത്, അപ്പൊ ക്ലാസ്സിന് ഫീഡ്ബാക്ക് പറഞ്ഞാണ് പലരും ജീവിതവും മരണമൊക്കെ ഇങ്ങനെ കുറെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആത്മാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കുറച്ച് നമ്മൾ ആത്മാവിനെ കുറിച്ച് പറയാം. എന്തുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയാൻ കാരണം, ശരിക്ക് നമ്മളെന്ന് പറഞ്ഞ യഥാർത്ഥ ആളുണ്ടല്ലോ, അത് നമ്മുടെ മുഖല്ല, നമ്മുടെ ഷെയ്പ്പല്ല. ഈ ഷെയ്പ്പ് മുഖമൊക്കെ മാറും. ചില ആൾക്കാർ ചില ആക്സിഡന്റ് പറ്റിയില്ലെങ്കിൽ ചില അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും അതിനെ കണ്ടാൽ മനസ്സിലാവണില്ലല്ലോ, കോലം മാറിക്കുന്നത്. ചിലപ്പോ പുറത്ത് കാലത്ത് സംസാരിക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഉള്ളിൽ അതെല്ലാം കണ്ട് കിടക്കുന്ന ഒരു ആത്മാവുണ്ടാവും. ശരിക്കും നമ്മളെ കൊണ്ട് ഓരോന്നും ചിന്തിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും നമ്മളെ കൺട്രോൾ ചെയ്യുന്നതും നമ്മളെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹാണ്. ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ വലിയ സുഹൃത്താണ് ഫവാസ്. പിന്നെ എന്ത് ചെയ്യുന്നു, ഇന്ന് രാത്രി പോയിട്ട് തനിച്ചാണ് കിടക്കുന്നത്, ഫാമിലി ഉണ്ടാവും. അങ്ങനെ ഫാമിലി അങ്ങനെ കിടന്നുറങ്ങാൻ രാത്രി ഒരു 2 മണിയായ സമയത്ത് കിടക്കുന്ന റൂമിന്റെ ഡോർ ഇങ്ങനെ ഉറക്ക അടിക്കുന്നുണ്ട്.
ഇവനങ്ങോട്ടേക്ക് ചെന്ന് തുറക്കാൻ വയ്ക്കണ്ടേ, അവർ അടിച്ച് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. പ്രവാസി ചെന്ന് ഡോർ തുറന്നു. അപ്പോ അപ്പുറത്തെ റൂമിലത്തെ ആളുകളൊക്കെ വന്നിട്ട് പറയാണ്, പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഭൂമികൾക്ക് സംഭവിച്ചിട്ടുണ്ട്, പോലീസ് വന്നിട്ട് പെട്ടെന്ന് പുറത്തു പോകണം പറയാം, പെട്ടെന്ന് പോകണം. അപ്പൊ ഒന്നും എടുക്കാനൊന്നുമില്ല. പ്രവാസ് ഉള്ള ആളുകളെ കൂട്ടിയിട്ട് വേഗം പുറത്തേക്ക് പോയി. അപ്പോൾ ഏതൊക്കെ വാഹനത്തിൽ കയറി ആളുകൾ അവിടെ രക്ഷപ്പെടാൻ ഏരിയയിൽ പോവാണ്. കിട്ടിയ വാഹനത്തിൽ കയറി, പക്ഷേ ഒരുപാട് തിരക്കും ആളുകൾ തൂങ്ങിയിട്ടൊക്കെയാണ് പോണത്. അങ്ങനെ കുറെ കുറച്ച് സഞ്ചരിച്ചപ്പോ ഓവർലോഡായിട്ട് ആ വാഹനം മറിഞ്ഞു. എല്ലാവരും പറഞ്ഞു പ്രവാസിയും പരിക്കേറ്റു, കാലൊക്കെ പൊട്ടി ചോര വന്നു, നടക്കാൻ വയ്യ, ചോര ഇങ്ങനെ വലിച്ചു വലിച്ചു പോവാണ്. തല പൊടി പൊട്ടിയിട്ട് മൂക്കുന്നു, പെട്ടെന്ന് ചോര ഒലിക്കുന്നുണ്ട്. ചോര പ്രവാസിന്റെ വായക, ചോരന്റെ ടേസ്റ്റ് പ്രവാസ് വായക തുടച്ചു, ചോര തുപ്പിക്കളഞ്ഞിട്ട് എന്ത് ചെയ്തു, വീണ്ടും നടന്നു. അങ്ങനെ നടന്നത് ഇരുട്ടത്താണ്, ഓടുകയാണ്. അങ്ങനെ ഒരു കല്ല് തെറ്റിയിട്ട് കുഴിയിലേക്ക് വീണു. കുഴിയിലേക്ക് പോകുമ്പോ ഒരു വള്ളി പിടുത്തം കിട്ടി ഇങ്ങനെ നോക്കും, വള്ളി പൊട്ടി നേരത്തോട്ട് വീണു. ആണ്ട് പുറം തലക്കെ അടിച്ചിട്ട് എല്ലാം കണ്ട് കുട്ടി നുറുങ്ങണ വില. എന്നാലും രക്ഷപ്പെടാൻ മെല്ലെ 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 അടഞ്ഞിങ്ങനെ നീങ്ങുമ്പോഴാണ് ഒരു പാമ്പ് അടിച്ചു വന്നിട്ട് ഇങ്ങനെ മുമ്പിൽ ഓടാനും വയ്യ, നിൽക്കാനും വയ്യ. പ്രവാസ് മരണം ഉറപ്പിച്ചു. ഉറക്കെ വിളിച്ചു, രക്ഷിക്കണേ, ഉറക്കെ വിളിച്ചു, കരഞ്ഞു, ആരും കേൾക്കണേ. അങ്ങനെ വീഴുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു മഴ ഇങ്ങനെ വെള്ളം വന്നിട്ട് കണ്ണു തുറന്നു. പ്രവാസ് കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്, ഇപ്പുറത്ത് വൈഫ്, അയാളെ വൈഫ് ഉണ്ടോന്ന് ചോദിച്ചിട്ടോ, ഉദാഹരണം കൊള്ളാൻ വെച്ചത്. ഇപ്പുറത്ത് നോക്കുമ്പോണ്ട് വൈഫ് സുഖമായിട്ട് കിടന്നു. വൈഫ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല, സംഭവം സ്വപ്നാണ്. നിങ്ങള് പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഒരു സ്വപ്നം എന്ന് പറഞ്ഞാല് ഇത്രയും നല്ല സംഭവം എത്രപോലെ ഒരു ഓടി കരഞ്ഞു, ഒച്ച വിളിച്ചു, നില വിളിച്ചു, ചോരയുടെ ടേസ്റ്റ് വരാറ്. എത്ര സമയം ഈ സ്വപ്നം നടന്നിട്ടുണ്ടാവും? ഞാൻ 5 മിനിറ്റ് ഉണ്ടാകാനാണ് പരമാവധി സ്വപ്നത്തിന്റെ ദൈർഘ്യം. ഞാൻ വായിച്ചത് 14 സെക്കൻഡാണ് നമ്മൾ കാണുന്ന പരമാവധി സ്വപ്നത്തിൽ. എന്നാൽ കൂടുതൽ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് 2-3 സെക്കൻഡുകൾ ഉണ്ടാവുള്ളൂ. കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് കുറെ സംഭവങ്ങൾ എന്ത് ചെയ്തു നടന്നു. പക്ഷെ പ്രവാസ് ഓടിയതൊന്നും കാല് പൊന്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വൈഫ് അറിയണല്ലോ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഫവാസിന് ജീവനുണ്ട്, പക്ഷെ കിടന്നോടത്ത് ഫവാസ് അനങ്ങിയിട്ടില്ല. ഫവാസ് പേടിച്ചു, കരഞ്ഞിരിക്കുന്നു, ചോരന്റെ ടേസ്റ്റ് വരെ അറിഞ്ഞു. അതിനർത്ഥം അള്ളാഹുവിന് നമ്മളെ പേടിപ്പിക്കാനും ശിക്ഷിക്കാനും ഓടിപ്പിക്കാനും കരയിപ്പിക്കാനും പലരുടെ രുചി അറിയിപ്പിക്കാനും നമ്മുടെ ശരീരം ഉണ്ടാക്കി ആവശ്യമില്ല. കബറിൽ ചോദ്യം ചെയ്യാം, ശിക്ഷ ഉണ്ടാവും. അതാരാണ്? ആത്മാവിന്. ആത്മാവെന്ന് പറഞ്ഞതാണ് ശരിക്കും നമ്മൾ എന്ത് ഈ 4-ാം മാസത്തിൽ അള്ളാഹു അതുവരെ തരാതെ ആത്മാവിന് ആദരണം. ശരി, ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞ ആരാണ്? ശരീരമല്ല. നമ്മളെന്ന് പറഞ്ഞ ആത്മാവിന് അള്ളാഹു ആദ്യം റെഡിയാക്കി. നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരോട് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കണം, ഒരു കരാറ് വെച്ചിട്ടുണ്ട്, എന്നല്ലാത്തവർ ആരാധിക്കുമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഇല്ല എന്ന് കരാറിനെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ റൂഹിനെ അള്ളാഹു എന്ത് ചെയ്തു? അള്ളാഹു നമ്മൾ ഉണ്ടാക്കി എന്തിനാണ്? സ്ഥിരതാമസം സ്വർഗത്തിലോ നരകത്തിലാണ്. അപ്പൊ അള്ളാഹു നോക്കുകയാണ് ഈ റൂഹിനെ സ്വർഗത്തിലോ താമസിക്കണം, നരകത്തിൽ താമസിക്കണം. അപ്പൊ അള്ളാഹു തീരുമാനിച്ചു, ഞാൻ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാം. ഭൂമിയിലേക്ക് പറഞ്ഞ അവന്റെ അവിടുത്തെ ജീവിതം നോക്കട്ടെ. ആ ജീവിതം നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? അവർക്ക് സ്വർഗ നരകം കൊടുക്കാം. അങ്ങനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഒരു ഉപകരണം, ഒരു ഡിവൈസ് റെഡിയാക്കി. അത് കറക്റ്റ് അതിന്റെ പ്രായം എത്തിയപ്പോ ആ ഡിവൈസിലേക്ക് അള്ളാഹു എന്ത് ചെയ്തു? ആ സോഫ്റ്റ്വെയർ ആയ റൂഹിനെ ഇൻസ്റ്റാൾ ചെയ്തു. ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നു. അങ്ങനെ ജനിച്ച് നമ്മൾ ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മളൊരു കാലാവധി ഏതോ ഒരു സമയത്ത് അത് അവസാനിപ്പിക്കും. ഇതിന്റെ ബാറ്ററി എപ്പോഴോ കഴിയും. ആ കഴിത് കഴിഞ്ഞാൽ നമ്മൾ മരിക്കണ്ടോ? യെസ് ഓർ നോ? യെസ്. എന്നാ ഞാൻ കാര്യം പറയട്ടെ. സത്യത്തിൽ ഞാൻ നമ്മളെന്ന് പറഞ്ഞ ആരാണ്? നമ്മളെന്ന് പറഞ്ഞത് ശരീരമല്ല, നമ്മളെ ഉള്ളിലുള്ള നമ്മൾ. നമ്മുടെ ആത്മാവിന് എന്തില്ല? മരണം ഇല്ല. അത് ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഇവിടെ ടൈം കഴിഞ്ഞപ്പോ ഈ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസ് ആ ഉപകരണത്തെ ഇവിടെ ഒഴിവാക്കി. ചൈനയുടെ ഫോൺ വാങ്ങണമായി ഒഴിവാക്കിയിട്ട് വിളിച്ചറിഞ്ഞു. നമ്മളെ മരിപ്പിക്കണില്ല, നമ്മളത് തിരിച്ചു വിളിച്ചു. നീ ബർസഹിയായ സ്ഥലത്ത് താമസിക്കും.
നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളുള്ള ഊഹിന് എന്തില്ല, മരണം നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ പറഞ്ഞയച്ച തിരിച്ചു കൊണ്ടുപോകണം ചെയ്യണം. നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ഈ ഭൂമിയിൽ കിടന്ന് അവസാനിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് പീരീഡിലേക്ക് ഇങ്ങോട്ട് അയച്ച ആത്മാക്കളാണ് ശരിക്കുള്ള നമ്മൾ. ഇവിടെ ഇപ്പൊ എന്താ നടക്കുന്നത്, നമ്മളുടെ ഒരു പരീക്ഷണ സമയമാണ്. ഈ ഇവിടുന്ന് നമ്മുടെ ആത്മാവിനെ തിരിച്ച് അള്ളാഹു കൊണ്ടുപോകുമ്പോ ആ കൊണ്ടുപോണത് അവർക്ക് സ്ഥിരതാമ സ്വർഗത്തിലാണോ നരകത്തിലാണോ കൊടുക്കേണ്ടതെന്ന് അറിയാനുള്ള ഒരു വെയിറ്റിംഗിലാണ് നമ്മൾ ഉണ്ടാവുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കാൻ പോണത് എന്താണ് ഷഹാദത്ത് എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷഹാദത്ത് എന്താണ്? ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആരാന്നുള്ള ബോധ്യം വന്നോ? എസ്സർന്നോ? എന്റെ ചോദ്യം ചോദിക്കട്ടെ. എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഫുള്ള് ചോദ്യം ഉണ്ടോ തോന്നി. ചോദ്യതാണ്, ഇപ്പൊ ഞാൻ എത്ര നേരം സംസാരിച്ചത്, ഇത്ര നേരം കേട്ട് നിങ്ങൾക്ക് പുതുതായി കേട്ട കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, ഒന്ന് കേൾക്കാൻ ആഗ്രഹം ആർക്കും പറയുമെങ്കിലും പറയും. ഇങ്ങനെ ഈ വിഷയം ആത്മാവിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? എസ്സർന്നോ? എന്ന് പറയാം. ഇപ്പൊ എല്ലാം കേട്ടപ്പോ തോന്നി പറയാം, കേട്ടപ്പോ തോന്നി വ്യത്യസ്തത. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളെ പറയാം. കേട്ടപ്പോ വ്യത്യസ്തത തോന്നി. നിങ്ങളെ കുറിച്ചൊരു ഇവാലുവേഷൻ തന്നെ ചോദിക്കണം, വിചാരണ. ഞാനിതാണല്ലേ, ഞാൻ നിന്നോട് ഇന്നലെ സുഹൃത്ത് പറഞ്ഞാണ്, നമുക്ക് ഈ നഫ്സി നഫ്സി എന്ന് പരലോകത്ത് പറയാൻ മനസ്സിലാവില്ലേ? ഇപ്പോഴാ ശരിക്കും മനസ്സിലാവും. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മാവ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ തൽക്കാലം ഈ ഭൂമിയിലുള്ള സംവിധാനമാണെന്ന് മനസ്സിലായതാണ്. സ്ത്രീകൾ പറഞ്ഞ ആർക്കും ഇല്ലാത്ത പറയാം. എന്താ കേട്ടപ്പോ തോന്നിയ എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇഷ്ടമുള്ള ചോദ്യം എനിക്കറിയില്ല. എന്റെ ഈ ഷഹാദത്ത് വിഷയത്തിന്റെ ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ആണ്. നല്ല കളിയാക്കാൻ വേണ്ടി ചോദിക്കാം. തോന്നുന്നു ഇതെന്ത് ക്വസ്റ്റ്യനാണ്? ഇതെന്ത് ക്വസ്റ്റ്യനാണ്? നിങ്ങളൊരു മുസ്ലിം ആണോ? ക്വസ്റ്റ്യൻ തന്നെയാണോ എന്നുള്ളതാണ് ചോദ്യം. മുസ്ലിമിനോട് വന്നിരിക്കോ? നിങ്ങൾ ആൻസർ എന്താ കേൾക്കട്ടെ. ഞാൻ ചോദിക്കൊണ്ട് പ്രയാസം ഉണ്ടോ നമുക്ക്? ആരൊന്നും ഉണ്ടാത്തോണ്ട് ചോദിക്കാം. പ്രയാസം ചോദിക്കൊണ്ട് ഒന്നും പറഞ്ഞോളെ. അതെ, യെസ് എന്നുള്ള ഉത്തരം. ആ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണല്ലോ, നിങ്ങളെങ്ങനെ മുസ്ലിമായി? നമ്മുടെ കാണിലെ ഏറ്റവും മുതിർന്ന ഒരാളാണ്. എങ്ങനെയാ മുസ്ലിമായി? ശരിയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന്, മുസ്ലിമായ ഉപ്പാന്റെ അല്ലെ, ഉപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മകൻ, ഇവരാരെങ്കിലും മുസ്ലിം ആയതുകൊണ്ടാണ് നമ്മൾ മുസ്ലിം ആയത്? അങ്ങനെയെങ്കിൽ മുസ്ലിമായ ഉപ്പാന്റെ മകനായിരുന്നു നൂഹ് നബിയുടെ മകൻ. മുസ്ലിം മാത്രം അള്ളാന്റെ പ്രവാചകനാണ്. ഉലുൽ അസ്മിലുള്ള 5 പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. പരീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ള, പ്രബോധന രംഗത്ത് ഏറ്റവും ശക്തമായ പരീക്ഷണം നേരിട്ട പ്രവാചകനാണ് നൂഹ് നബി. ആ നബിയുടെ മകനെയാണ് അള്ളാഹ് പറഞ്ഞത്, ഓനെ നോക്കണ്ട, ഓനാരല്ല, അവൻ മുസ്ലിം അല്ല, മുങ്ങി മരിക്കട്ടെ എന്നാണ്. പ്രവാചകന്മാര് വാപ്പായിട്ടും കാര്യമില്ല, അല്ല എന്തായി കൂട്ടൂല. പാരമ്പര്യ സ്വത്തല്ല ഇസ്ലാമിൽ. അങ്ങനെ കേട്ടോ, വാപ്പാന്റെ ഉമ്മാന്റെ ഇസ്ലാമിലില്ല. ഇനിയോ ഉമ്മ അല്ലേ? പ്രവാചകന്റെ ഉമ്മാന്റെ പേരെന്താ? പേരിന്റെ അർത്ഥം ആമിന, നിർഭയത്വം ഉള്ളവൻ അല്ലെ, വിശ്വസ്തത ഉള്ളവൻ എന്നൊക്കെയാണ് അതിന് അർത്ഥം വരും അല്ലെ, അമ്മിന്. പക്ഷേ മുസ്ലിം ആയിരുന്നില്ല. അവർ മരണാന്തര ജീവിതം സ്വർഗത്തിൽ അള്ളാഹു ആയാലും വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല, അള്ളാഹ് തീരുമാനിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല.
റസൂലുള്ളാഹിന്റെ പേരെന്താണ്? അബ്ദുല്ലാഹ്. ഇതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന്റെ അടിമ. പക്ഷേ നബി ജനിക്കണം മുമ്പ് മരിച്ചു. മുസ്ലിം എല്ലാവരും. അപ്പൊ എന്തുകൊണ്ട് മുസ്ലിം ആവില്ല? പേര് കൊണ്ടും ഒരാൾ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ മുസ്ലിം ആവില്ല. എന്ന് നോക്കി, ഇബ്രാഹിം നബി ആരാണ്? ഖലീലുള്ളാഹ്, ആദർശ പിതാവാണ്, അള്ളാഹുവിന്റെ കൂട്ടുകാരനാണ്, കഴുത പണിത പ്രവാചകനാണ്, പ്രവാചക നിരയിലെ പ്രവാചകന്മാരുടെ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതാവാനുള്ള ഭാഗ്യം ആർക്ക് കിട്ടി? ആസർ എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടി. പക്ഷെ അള്ളാഹ് പറഞ്ഞു, ആസർ ആരല്ല? മുസ്ലിം അല്ല. പ്രവാചകന്മാരെ വാപ്പായ പോലും കിട്ടൂല, മുസ്ലിമാണ്. മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ? എന്നാൽ ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങള് ദഅവത്ത് നടത്തുന്നുണ്ട്, ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ദാനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഭരണഘടനാ പ്രവർത്തനം എന്തൊക്കെയോ നന്മ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തട്ടെ. ആരാണ്? പേരിന് കിട്ടില്ല, നടത്തിയ പ്രവർത്തനം വരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. റസൂൽ വീണ്ടും അനാഥത്വത്തിലേക്ക് പോയപ്പോ ചെറുപ്പം മുതലേ റസൂലുള്ളാഹിനെ എടുത്തു വളർത്തി. റസൂലുള്ളാഹിക്ക് കച്ചവട സൗകര്യം ചെയ്തു കൊടുത്തു, റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ റസൂലുള്ളാഹി പ്രവാചകനായപ്പോ എല്ലാവരും ഒറ്റപ്പെടുത്തി. നാട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആരുമായി ബന്ധം? റസൂലുള്ളാഹി പട്ടിണി കിടന്ന് ഒറ്റപ്പെടുത്തി. ത്വായിഫിലേക്ക് വരെ പോയപ്പോൾ നാട്ടി ഓടിച്ചു. പറഞ്ഞു, നിങ്ങൾ ആരൊക്കെ വാട്ടി ഓടിച്ചാലും ആരൊക്കെ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും ഞാൻ അവന് ഭക്ഷണം കൊടുക്കും, ഞാൻ അവന് കൂട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും മുഹമ്മദിനെ ഒറ്റപ്പെടുത്തുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് മതപരമായി കൊണ്ട് എല്ലാ ബേസും സമ്പത്തും സഹായവും ഒക്കെ നൽകിയ അങ്ങനെ റസൂലുള്ളാഹിനെ സഹായിച്ചുള്ള കാരണമല്ല. അബൂ ത്വാലിബ് റളിയല്ലാഹു പറയാൻ പറ്റില്ല. ഇത്ര ഇമാരി വിശദീകരണം കേട്ട റളിയല്ലാഹു പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് റസൂൽ ഓടി വന്നിട്ട് പറഞ്ഞു, മുതാബാ, നിങ്ങൾ മരിക്കാൻ പോകട്ടോ. നിങ്ങൾക്ക് ഒരുപാട്, നിങ്ങൾ ചെയ്ത പോലെ എന്നെ ആരും സഹായിച്ചിട്ടില്ല, നിങ്ങൾ എന്നെ നോക്കിയതുപോലെ എന്നെ ആരും നോക്കിയിട്ടില്ല, നിങ്ങൾ എനിക്ക് പണം തന്നതുപോലെ എനിക്ക് ആരും പണം തന്നിട്ടില്ല, നിങ്ങൾ ഇസ്ലാം ഇവിടെ നിലനിൽക്കാൻ വേണ്ടി പണിയെടുത്തതുപോലെ വേറെ ഇവിടെ പണിയെടുത്തിട്ടില്ല. നിങ്ങൾ വലിയ നിങ്ങൾ അതുകൊണ്ടൊന്നും മുസ്ലിം ആവട്ടോ, നിങ്ങളൊന്ന് ഷഹാദത്ത് ചെല്ലണം. അബൂ ത്വാലിബ് പറഞ്ഞു, മുഹമ്മദേ, അത് പറ്റില്ല. ഇത്രയും കാലം ഞാൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചത്, ഇനി ഞാൻ ഷഹാദത്ത് ചെല്ലിയാല് ആൾക്കാരെന്താ പറയാ? മരിക്കാൻ നേരത്ത് അബൂ ത്വാലിബ് ഷഹാദത്ത് ചെല്ലിയെന്ന് പറയില്ലേ? അതുകൊണ്ട് ഞാനില്ല. അപ്പൊ മുഹമ്മദ് എന്താ വിചാരിച്ചത്? നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഷഹാദത്ത് ചൊല്ലി ഹിദായത്ത് വരുത്താൻ നീ വിചാരിക്കണ്ടോ? അത് പറ്റില്ല. ഞാൻ വിചാരിക്കുന്ന ആളുകളെ അവർക്ക് എന്ത് ചെയ്യുള്ളൂ? എന്ന് വെച്ചാൽ ഇസ്ലാമിന് വേണ്ടി കുറെ അധ്വാനിച്ച് പൈസ ഒക്കെ ചെലവാക്കി ഓടി നടന്നത് കൊണ്ടൊന്നും അത് എന്നിട്ട് കേട്ടില്ല, ഇസ്ലാമിന്റെ ലിസ്റ്റിലേക്ക് കേട്ടില്ല. നമുക്ക് റേഷൻ കാർഡിൽ ഉണ്ടാവും, SIC ബുക്കിൽ ഉണ്ടാവും, ആധാർ കാർഡിൽ ഉണ്ടാവും, ഇലക്ഷൻ ID ഉണ്ടാവും, മുസ്ലിം OBC എന്നൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അതുകൊണ്ടൊന്നും ഒരാളാരാവില്ല, മുസ്ലിം ആവില്ല. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? നിങ്ങളൊന്നും വിഷമം തോന്നരുത്. നിങ്ങൾ മുസ്ലിമായ മോനായി ജനിച്ചോണ്ട് മുസ്ലിമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോ പാർക്കിൽ തൊട്ടപ്പുറത്ത് ടേബിളിൽ ചൊല്ലിയ സുഹൃത്തുണ്ടല്ലോ, ഹിന്ദുവായ അച്ഛന്റെ അമ്മന്റെ മോനായി ജനിച്ചോണ്ട് ഹിന്ദുവായി, അതെങ്ങനെ ശരിയാവും? അത് അനീതിയല്ലേ? എന്നെ മുസ്ലിമായി ജനിപ്പിക്കാം, ഓനെ ഹിന്ദുവായി ജനിപ്പിക്കാം. അള്ളാഹ് ഓനെ മുസ്ലിമായി ജനിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്തെ ടേബിളുണ്ട് ഒരു ക്രൈസ്തവ സഹോദരന്റെ സഹോദരിയുടെ മകനായി ജനിച്ച ഒരു ക്രിസ്ത്യാനി ഉണ്ട്. അവരെന്തിനാണ് ക്രിസ്ത്യാനിയാക്കിയത്? നീ വേണ്ട, അവർ അതാണ് ഇത് തെറ്റാ ചെയ്ത് പോലെ ഹിന്ദുവാക്കി ജനിപ്പിക്കാൻ തെറ്റിരുന്നോ? നമ്മൾ മുസ്ലിമായി ജനിക്കാൻ മാത്രം നമ്മൾ അള്ളാഹ്ക്ക് നന്മ ചെയ്തിരിക്കുന്നത് അതും ചെയ്തിട്ടില്ല. അപ്പൊ എന്താ മനസ്സിലാക്കാം? ബൈ ബോൺ, ജന്മം കൊണ്ട് ഒരാളും മുസ്ലിമായി ജനിക്കുന്ന ഇല്ല. ഹിന്ദു, ക്രിസ്ത്യാനിയും ജൂതനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരേ ശുദ്ധ പ്രകൃതിയിലെ ജനിക്കുന്നുള്ളൂ. അവരാരും മുസ്ലിം അല്ല. അവിടെയാണ് ഷഹാദത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം. എന്റെ നാട്ടില് പിന്നെ അത് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ നാട്ടിൽ ജോലിയുടെ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടോ, പഠിച്ചു, ഇത് ഭയങ്കര ഇൻസ്പിറേഷൻ, അത് മുസ്ലിമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞ
എന്താ തുടങ്ങ? നീ ഷഹാദത്ത് സ്വീകരിക്കണം. അപ്പോൾ നീ മുസ്ലിം ആവുള്ളൂ. അല്ല, ഞാൻ പേരിട്ടാ പോലെ മുസ്ലിമിന്റെ പേര് പൂർണ്ണെന്താ പറയാ? ആൻസർ പറയും. നിങ്ങളെന്താ പറയാ? ആൻസർ എന്താ പറയാ? ഞാൻ എന്തിനാ ഷഹാദത്ത് ചെല്ലേണ്ട ആവശ്യം? നിങ്ങൾ ഷഹാദത്ത് ചെല്ലിക്കണോ? മുസ്ലിം ആവാനില്ലല്ലോ. ഞാൻ എന്തിനാ ചെല്ലണത്? ഞങ്ങളെ പോലെ മുസ്ലിം പേരിട്ടാ പോരെ. നിങ്ങളെന്താ പറയാ? ഞാൻ സംസാരങ്ങൾ കൺഫ്യൂഷൻ ആവുണ്ടോ? പറഞ്ഞോളേ, അത് പോരാ. അതെങ്ങനെ ശരിയാവുക? അവനും അള്ളാന്റെ സൃഷ്ടിയാണ്, നമ്മളും അള്ളാന്റെ സൃഷ്ടിയാണ്. അവനും മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്. അവനക്ക് ഷഹാദത്ത് സ്വീകരിച്ചാലേ മുസ്ലിം ആവാൻ പറ്റുള്ളൂ. നമുക്ക് പേരിട്ടിയാൽ അവന് മുസ്ലിം ആവാൻ. നമ്മളെ തെറ്റിദ്ധാരണ, നമ്മളവിടെ ആരോ ചെറുപ്പത്തിലെ തെറ്റിദ്ധരിപ്പിച്ച സാധനം. നമ്മളും ഷഹാദത്ത് സ്വീകരിച്ചെങ്കിലേ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ മുസ്ലിം പേരുകൾക്കിടെ നമ്മൾ പേര് ആർക്ക് എത്തൂല. ഈ അറബി പേരുള്ള ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിൽ അറബി പേരുള്ള ഒരു നിർബന്ധമില്ല. ഇസ്ലാമിൽ എന്തിട്ടാ മതി? നല്ല പേര് ചൊല്ലി വിളിക്കണം. ഇസ്ലാമിലുള്ളൂ മുഹ്സിൻ, സുശീലൻ, സിദ്ദീഖ്. സത്യം എന്നുള്ള സത്യം അറിയാട്ടോ. അങ്ങനെ മലയാളത്തിൽ നമുക്ക് പേരിടാൻ മതി. കുറെ പേര് ഇറാൻ അങ്ങനത്തെ പേരൊക്കെ വരുന്ന നല്ല രസമുള്ള പേരുകൾ വരുന്നുണ്ട്. മുസ്ലിം പേരൊക്കെ വരുന്നുണ്ട്. ഒരിക്കലും അറബി പേര് ഇസ്ലാമിലെ പേര് കൊണ്ട് ഒരാളും മുസ്ലിം ആവണം. സോ ഞാനും നിങ്ങളും ഷഹാദത്ത് സ്വീകരിച്ചെങ്കിലേ എന്താവുള്ളൂ മുസ്ലിം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. നിങ്ങൾ ഷഹാദത്ത് ഓർമ്മയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ മുസ്ലിമായി നിങ്ങളെ ജീവിതത്തിൽ ഓർമ്മയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചെല്ലിക്കണോ? ചെല്ലണല്ലേ? മുസ്ലിം ആവാൻ ചെല്ലണമല്ല. മുസ്ലിം ആവാൻ വേണ്ടി നിങ്ങൾ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചോ? മുസ്ലിം ഇസ്ലാം സ്വീകരിച്ചോ ചോദിക്കണം. ഒന്നെങ്കിൽ അള്ളാഹു അവരോട് അനീതി കാണിക്കണം. ആരോട്? ഹിന്ദുക്കളോട്, ക്രിസ്ത്യാനികളോട്. നമ്മളെ മാത്രം മുസ്ലിം ആക്കാം, ഒരു ഹിന്ദു ആക്കാം. ശരിയല്ലല്ലോ. അള്ളാഹ് അനീതി കാണിക്കോ? അള്ളാഹു എല്ലാവരും നീതിയെ കാണിക്കും. നിങ്ങൾ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്റെ ക്ലാസ്സുകളൊക്കെ തീരും. അതെങ്ങനെ അങ്ങനെ ശരിയാവും, അതെങ്ങനെ എങ്ങനെ വരട്ടെ, ഇതൊന്നും മാച്ച് ആവണില്ല പറഞ്ഞു തമ്മിലൊക്കെ ഉണ്ടാവും. ശരിയാവും. ഞാൻ പറയുന്നത് നമ്മൾ ഷഹാദത്ത് സ്വീകരിച്ചെങ്കിലേ ആരാവുള്ളൂ? നമ്മൾ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ നമുക്ക് എങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ? മുസ്ലിം ആകാൻ കഴിയും. വേറെ പറയട്ടെ, എന്റെ ക്ലാസ് കഴിയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നാലും പഠിച്ചോനെ ഞാനൊരു മുസ്ലിമനാണോ എന്ന് ചിലപ്പോ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയട്ടോ. പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഞാൻ നിങ്ങൾ ആരെയും മുസ്ലിം അല്ലാതാക്കാൻ വേണ്ടി വന്ന ആളല്ല. ഷഹാദത്തിന്റെ പ്രാധാന്യം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നാണ്. എന്താ ഷഹാദത്തിന്റെ പ്രാധാന്യം? ഷഹാദത്ത് ഈമാൻ കാര്യത്തിലാണോ ഇസ്ലാം കാര്യത്തിലാണോ? ഉറപ്പിച്ച് പറയണേ, മാറ്റി പറയരുത്. ഇസ്ലാം കാര്യത്തിൽ അല്ലെ? ഈമാൻ കാര്യത്തിലെല്ലാം ഈമാൻ കാര്യം തരണ്ടേ? പിന്നെ നമ്മളെ സമയം എങ്ങനെയാണ്? 9 അല്ലെ? പെട്രായി ഇൻ കേസ് ഒരു 9 സൂചന ഉണ്ടാവും. 9:50 ആകുമ്പോട്ടാവും പോകുന്നല്ല, ഞാൻ നോക്കിയതാണ്. ഈമാൻകാരും ഇസ്ലാം കാര്യം പ്രധാന വ്യത്യാസം പല കാര്യം പറയാൻ പറ്റും. ഈമാൻകാരും ഇസ്ലാം കാര്യം വ്യത്യാസം സിമ്പിൾ ആയിട്ട്. യെസ്, വെരി ഗുഡ്. വേറെന്താണ്? സബിത. സബിതത്തെ പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് പുറത്ത് കാണിക്കണം, ഉള്ളിലുണ്ടാവണം, വിശ്വസിക്കേണ്ട കാര്യം, ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്ലാം കാര്യം എന്താണ്? അത് ഉള്ളിൽ വെക്കേണ്ട സാധനമല്ല, അത് ചെയ്യേണ്ട സാധനം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷഹാദത്ത് ഈമാൻ കാര്യത്തിലാണോ ഇസ്ലാം കാര്യത്തിലാണോ? ഇസ്ലാം കാര്യം. അപ്പോ നിസ്കാരം ഞാൻ 5 തവണ ചെയ്യലുണ്ട്, എനിക്കറിയാം. 3-ാമത്തെ സക്കാത്ത് ഞാൻ കൊല്ലത്തിൽ കൊടുക്കലുണ്ട്, ചെയ്യലുണ്ട്, അറിയാം. 4-ാമത്തെ റമദാൻ മാസത്തിന് നോമ്പ് ഞാൻ 30 ദിവസം നോക്കലുണ്ട്, ഞാൻ ചെയ്യലുണ്ട്, അറിയാം. ഹജ്ജ് ജീവിതത്തിൽ 1 തവണ ചെയ്യണം എന്നുള്ളതാണ്. ഷഹാദത്ത് ഇപ്പൊ എങ്ങനെ ചെയ്യാം?
പ്രശ്നമുണ്ട്. ഹജ്ജിന്റെ മേലെ, നോമ്പിന്റെ മേലെ, സകാത്തിന്റെ മേലെ, നിസ്കാരത്തിന്റെ മേലെയാണ് എന്ത്? ഇതിനേക്കാളും ഇമ്പോർട്ടൻസ് എന്തിനാണ്? അള്ളാഹ് കൊടുത്ത ലിസ്റ്റിൽ ഷഹാദത്താണ് ഒന്നാം സ്ഥാനം. അപ്പൊ ഷഹാദത്ത് എങ്ങനെ ചെയ്യാം? നമ്മളിങ്ങനെ അത് ചെയ്യലാണോ? അങ്ങനെ ചെയ്യലെങ്ങനെ? ചെല്ലടക്കാണ് നമ്മള്. പിന്നെ എങ്ങനെ ചെയ്യാം? മനസ്സിൽ ഉറപ്പിക്കാം. മനസ്സിൽ ഉറപ്പിക്കാനുള്ള സാധനമല്ല ഇസ്ലാം കാര്യം. നമ്മൾ പറഞ്ഞ സാധനമാണ് ആണോ? മനസ്സിൽ അള്ളാഹുവിൽ വിശ്വാസം മനസ്സിലുണ്ടല്ലോ. വിശ്വാസം ഉറപ്പിക്കുന്ന സാധനമല്ലേ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മങ്ങളാണ്, ചെയ്യേണ്ട കാര്യം ചെയ്യന്നെ വേണം. ഇങ്ങനെ നമുക്ക് ക്ലാസ്സിൽ ക്ലിയർ ആവും. വേറെ ആൻസർ ഉണ്ടോ? വേറെന്താ ആൻസർ ഉണ്ടോ? ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഓരോ മേഖല ഷഹാദത്ത് വേണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോവാം അല്ലെ. എന്താണ് ഷഹാദത്ത്? ഷഹാദത്തിന് എത്ര പാർട്ട് ഉണ്ട്? 2 ഭാഗം അല്ലെ. ഒന്നാമത്തെ ഭാഗം എന്താ? അശ്ഹദു അല്ലാ ഇലാഹ. എന്താ അർത്ഥം? അല്ലാഹു അല്ലാതെ വേറൊരു ആരാധനയില്ല എന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാകും. വേറെ ആരും അവിടെ ഇവിടെയും വേണ്ട, ഞാൻ സാക്ഷിയാകും. എന്റെ നാട്ടിൽ ഫിറോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. ഈ തൃശ്ശൂരുകാരനാണ്. അയാളൊരു ഏകദേശം ഒരു 16-17 കൊല്ലം മുമ്പ് ക്രിസ്ത്യാനിയായി. അങ്ങനെ മലപ്പുറത്ത് വന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം ഒരാളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളെ നിലമ്പൂരികാരിയായ ആയിഷ എന്ന് പറയുന്ന ആയിഷാബി എന്ന് പറഞ്ഞ ആളെ കല്യാണം കഴിച്ചു. ഒരു ടീച്ചറായിരുന്നു. അങ്ങനെ ഏകദേശം 16-18 കൊല്ലം ജീവിച്ചു, മുസ്ലിമായി ജീവിച്ചു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അദ്ദേഹം മരിച്ചു. ഫിറോസ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ അള്ളാഹു ജനിപ്പിച്ചത് നമ്മളെല്ലാവരും ജനിപ്പിച്ചത് പോലെ ശുദ്ധ പ്രകൃതിയിലാണ്. പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു അവസരം കൊടുത്തു. എവിടുന്നൊക്കെയോ ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം കൊടുത്തു. അദ്ദേഹത്തിന് ഒരു പ്രായത്തിൽ അദ്ദേഹം തെരഞ്ഞെടുത്തു അള്ളാഹുവിലെ അള്ളാഹുവാണ് എന്റെ റബ്ബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാത്തൊരു ആരാധ്യ ലോകത്തില്ല, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ജീവിതത്തിൽ പിന്നെ അന്ന് മുതൽ ഈ മരണം വരെ അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിച്ചു. ക്രിസ്ത്യാനിയെ ജനിച്ച ആള് മുസ്ലിമായി മരിച്ചു. അവിടെ ഞാൻ ആയത്തൊക്കെ പരിചയപ്പെടുത്തട്ടെ. കേൾക്കുമ്പോൾ നമുക്ക് വൈർക്ക് പണ്ട് വൈകുന്നു. പക്ഷേ ഈ ഷാദിനെ കുറിച്ച് പഠിച്ചപ്പോൾ എന്റെ കൺഫ്യൂഷൻ പോയി. യാ അയ്യുഹല്ലദീന ആമനു, അർത്ഥം പറഞ്ഞോളൂ. അല്ലയോ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി. നിങ്ങൾക്ക് അറിയില്ല ചോദിക്കില്ല കേട്ടോ. നമ്മൾ അറിയുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ രസമാക്കി ചോദിക്കേണ്ടതാണ്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വിധം. ആരോടാ പറഞ്ഞത്? അറബി പറഞ്ഞു മുഅ്മിനീങ്ങളോടല്ല പറഞ്ഞത്. മുഅ്മിനീങ്ങളോടല്ല പറഞ്ഞത്. നമ്മളെ മനസ്സിലെന്താ? മുസ്ലിമിനേക്കാളും ദർജ കൂടിയ ആളാണ് ആര്? മുഅ്മിൻ അല്ലേ? ഇത് പറഞ്ഞെന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും, നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോകരുത്. ഒരാൾ മുസ്ലിം അല്ലാതെ മുസ്ലിമിനേക്കാൾ ദർജ കൂടിയതാണ് മുഅ്മിൻ എന്നല്ലേ പറഞ്ഞത്? ഒരു മുസ്ലിം ആകാതെ മുഅ്മിൻ ആകാം. മുസ്ലിം ആവാതെ മുസ്ലിം മുഅ്മിൻ അങ്ങനെ ആവാൻ പറ്റുന്ന മുസ്ലിം എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന് കീഴൊതുങ്ങിയവൻ, അള്ളാഹിനെ അനുസരിക്കുന്ന ഭാഷ അർത്ഥം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ശക്തമായ വിശ്വാസമുള്ള ആളെന്നാണ്. അതാണ് ഞാനങ്ങോട്ട് തന്നെ പറഞ്ഞത്. എനിക്ക് കോൺട്രാക്ഷൻ തോന്നി, വൈരുദ്ധ്യം തോന്നി എനിക്ക്. ഞാൻ അപ്പൊ അതെങ്ങനെ ശരിയാവും? മുഅ്മിനായ ആള് പിന്നെ എങ്ങനെ മുസ്ലിം അല്ലാതെ മരിക്കുക? അതിനർത്ഥം എന്താണെന്നറിയോ? ഒരു പക്ഷേ വിശ്വാസിയായി ജീവിക്കാൻ അവസരം ഉണ്ടാവും. ജീവിതത്തിൽ എന്ത് കടന്നു വരും? നമ്മുടെ ഈ വിഷയത്തിൽ ശിർക്ക് കടന്നു വരും. ഇവിടെ വരുന്ന പോയിന്റ് അതാണ്. ശിർക്ക് വരും. ശിർക്ക് വരുന്ന ആരായിട്ട് മരിക്കും? മുസ്ലിമായി മരിക്കും? ഭയങ്കര വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് തുടങ്ങുന്നത് കൊണ്ട് എന്താ പറഞ്ഞത്? ആയത്തിൽ എനിക്ക് കേട്ട ഒരു വൈദ്യം തോന്നിയിരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് എന്ത് ചെയ്തു? ക്ലിയർ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കണത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാട്ടിൽ നമുക്ക് അവസരമുണ്ട് ഇങ്ങനത്തെ ക്ലാസ്സിലൂടെ കുത്തുബ മദർസ പഠനമൊക്കെ അവർ തരുന്ന ചാൻസ് ആണ്. ഓക്കെ, ഇതേപോലെ സുഹൃത്തുക്കളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും പല രീതിയിലും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം ഈ നാട്ടിൽ എല്ലാവർക്കും. ആ കേൾക്കുന്നതിനിടയിൽ
ജീവിതത്തിൽ എപ്പോഴാണോ നിങ്ങൾ അല്ലാഹുണ്ട്, അല്ലാഹുവാണ് എന്റെ റബ്ബ്, എന്റെ ജീവിതത്തിൽ ആ അല്ലാഹുവിനെ ഞാൻ ആരാധിക്കണം, അവനല്ലാത്തൊരു ആരാധന എനിക്കില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ കണ്ട് മനസ്സാ വാച ഇലാഹായി സ്വീകരിക്കണം. ഇഷ്ടത്തോടെ സ്വീകരിച്ചിട്ട് പിന്നെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആരാധിച്ച് ഇങ്ങനെ പോണം. നിങ്ങൾ ഏത് പ്രായത്തിലാണോ ആ ലെവലിലേക്ക് എത്തുന്നത്, അന്നേ നിങ്ങൾ ഷഹാദത്ത് സ്വീകരിക്കും. അതല്ലാതെ മദർസയെ പഠിച്ച കാലത്ത് ഉള്ളിൽ കയറിയുണ്ടാവോ? ഇല്ല. ജീവിതത്തിന്റെ ചെറുപ്പകാലത്തുമായ കയറിയിട്ടുണ്ടാവാൻ നമുക്ക് മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേ പോലെ ആയിക്കോണമെന്നില്ല. അള്ളാഹു നിങ്ങൾ 50 വയസ്സ് വരെ ജീവിച്ചു, 50 വയസ്സ് വരെയും നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല. 50ാമത്തെ വയസ്സിൽ ഒരു ക്ലാസ് ആ സംഭവം ഉണ്ടായപ്പോൾ ഇങ്ങനെ ഉള്ളിൽ കണ്ട് കയറിയത്. അങ്ങനെ അള്ളാഹിനെ മനസ്സറിഞ്ഞ് സ്വീകരിക്കണല്ലേ. പഠിച്ചോനെ ഞാൻ സ്വീകരിച്ചു. 51ാമത്തെ കൊല്ലം മരിച്ചു. 50 കൊല്ലം ആൾ എങ്ങനെ ജീവിതത്തിൽ ചോദ്യമില്ല. കാരണം ഷഹാദത്ത് സ്വീകരിക്കുന്ന ഒരാൾ പഴയ ജീവിതം ചോദ്യമില്ല, അയാൾ മരിക്കുമ്പോ എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. അതോ ഇപ്പോ ഒരു കാര്യം മനസ്സിലുണ്ടാവും, നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും നിങ്ങൾക്കും അള്ളാഹു തരുന്ന ചാൻസ് സെയിം ആണ്. ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും അവസരം ഉണ്ടാവും. എപ്പോഴാണോ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹിനെ ഒരു ഇലാഹായി നിങ്ങൾ സ്വീകരിക്കുന്നത്, അന്ന് നിങ്ങൾക്ക് ഷഹാദത്ത് കിട്ടും. വെറുതെ ചോദിക്കാട്ടോ, ഗൗരവം മനസ്സിലാവണം മാത്രം. പഠിച്ചോ, ഈ കാലത്തിനടുത്ത് അള്ളാഹിനെ എന്റെ റബ്ബാണ്, ഈ ലോകത്തിന്റെ നാഥനാണ് എന്ന് ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ശരിക്കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും സ്വീകരിച്ചു. എല്ലാവരും ആക്ഷേപിക്കണമെന്ന് കേട്ടോ, നിങ്ങൾ ചിന്തിപ്പിക്കുക ചെയ്യണം. ചെറുപ്പത്തിൽ പഠിപ്പിച്ച കുറെ നിസ്കാരം കാര്യങ്ങൾ ചെയ്തു പോകാനല്ലാതെ അള്ളാഹിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടെന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ആ ഉത്തരം വിളിച്ചു പറയണ്ട. അള്ളാഹു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം പറയണമെന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ. നിങ്ങളോട് ഇൻഫോ പാർക്കിൽ ഇൻഫോ പാർക്ക് പറഞ്ഞത് പ്രയാസം പറയുന്നത് കേട്ടോ. എക്സാമിന് വേണ്ടി പറയുന്നത്, നിങ്ങളൊരു സുഹൃത്ത് ഒരു അമുസ്ലിം സഹോദരിയാണ്. അമുസ്ലിം സഹോദരി ഒന്ന് ചോദിച്ചു, സഹോദരൻ ഒന്ന് ചോദിച്ചു, അല്ലടാ ഞാനേ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്നൊക്കെ ഉണ്ട്, ഇസ്ലാം അറിയാൻ താല്പര്യമില്ല. ഈ ചെറുപ്പം മുതലേ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളല്ലേ, അള്ളാഹു എന്നുള്ള പദത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. ഒന്നാമത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയട്ടോ. നമ്മളെങ്ങാനും പ്രോപ്പറായി പറഞ്ഞു കൊടുക്കാതിരുന്നാൽ, അറിയില്ലാന്നെങ്ങാനും പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു നോട്ടം ഉണ്ടാവും. 35-40 കൊല്ലം അള്ളാഹിനെ ആരാധിക്കുന്ന വലിയ മുസ്ലിമായിട്ട് അള്ളാഹ് എന്നുള്ള പദത്തിന്റെ അർത്ഥം കൂടി അറിയില്ല. എന്തൊരു മുസ്ലിമാണ്? വെറുതെ ചോദിക്കണം. അള്ളാഹു എന്ന പദത്തിന്റെ അർത്ഥം അറിയുന്നത് ആ വാക്കിന് കറക്റ്റ് അർത്ഥമുണ്ട്. ഞാൻ പറയും, ആൻസറെ പറയും. ഇവിടെ ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞു നോക്കാം. കൈവക്കിയത് നിങ്ങൾ നോക്കിയത് ആയത്തുൽ കുർസി കറക്റ്റ് അർത്ഥമുണ്ട്. ആയത്തുൽ കുർസി അതിന്റെ വിശദീകരണമാണ്, അല്ലാതെ പ്രത്യേകത പറയാം. അല്ല, ഞാൻ ചോദിക്കണേ, അള്ളാഹു എന്ന വാക്കിന് അർത്ഥമുണ്ട്. ആയത്തുൽ കുർസി ശരിയാണ്, അല്ലാതെ മഹത്വം പറയാണ്. പക്ഷെ അള്ളാഹു എന്ന പദത്തിന് അർത്ഥമുണ്ട്, ഭാഷാർത്ഥം ഉണ്ടായി. അത് അന്നൂരുണ്ടാവും. അത് ചോദിക്കണത് ഷാൽ ഒരുമിച്ച് ഷാലി മതി, വേറെ ആരും പറഞ്ഞു. വേറെ കൈ നോക്കി ആള് ചിലപ്പോ ഇലാഹ് നമ്മളെ ആൻസർ 80% ശരി. 100% വരാണ്ട് പറഞ്ഞ ആൻസർ ശരിയാണ്. നിന്നോട് പല സ്ഥലത്തും പറയും കാരുണ്യവാൻ, പിന്നെ സൃഷ്ടിച്ച്. കാരുണ്യവാൻ അർത്ഥം എന്താണ്? റഹ്മാൻ എന്ന് നമ്മൾ പറയും അല്ലെ. സൃഷ്ടിച്ചവൻ അൽ ഖാലിഖ് എന്നാണ് പറയാം. അൽ ഖാലിഖ് എല്ലാം കാണുന്നവൻ. അൽ ബസീർ എന്ന് പറയും എല്ലാം കേൾക്കുന്നവൻ. അസ്സമീഉ എന്ന് പറയും. നമ്മൾ ചോദിക്കുന്നത് അതിനൊന്നുമല്ല, അല്ലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്ക് എന്ത് മനസ്സിലാവാൻ തുടങ്ങിയത്? ചെറുപ്പം മുതലേ നമ്മൾ ഇങ്ങനെ കേട്ടു പഠിച്ച് നമ്മൾ ഇങ്ങനെ ചൊല്ലണേന്റെ അള്ളാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കിയിട്ട് നമ്മൾ ചില ആളുകൾ ഇപ്പോഴും ചെയ്തിട്ടില്ല. അതുകൊണ്ട്
ആ വാക്കിലേക്ക് എത്തണമെന്ന് ഒരു കാര്യം പറയാം. അൽ ബസീർ എന്നാണ് അർത്ഥമുണ്ട്, കാണുന്നവനാണ് ബസീർ. പക്ഷെ അള്ളാഹ് നമ്മൾ ഒരിക്കലും ബസീർ എന്ന് പറയാൻ പാടില്ല. കാരണം കാണാനുള്ള കഴിവിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ട്, എല്ലാ ജീവികൾക്കും ഉണ്ട്. പക്ഷെ അള്ളാഹു ആരാന്നറിയാം, അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണ്. എനിക്ക് നിങ്ങളെ കണ്ണിന്റെ കാഴ്ചകൾ പരിധിയുണ്ട്, എല്ലാ മൃഗങ്ങൾക്കും കാഴ്ചകൾ പരിധിയുണ്ട്, എല്ലാ സൃഷ്ടികൾക്കും അങ്ങനെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രത്യേകത ഒരു പരിധിയില്ല, എല്ലാം കാണുന്നില്ല. ആര് മാത്രമേ ലോകത്തുള്ളൂ? അള്ളാഹ് മാത്രം. സമീർ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനാണ്. നമ്മളൊക്കെ കേൾക്കുന്ന ആളൊക്കെ ചെയ്യുന്നു, അതിനെന്തുണ്ട്? ലിമിറ്റേഷൻസ്. പക്ഷെ എല്ലാം കേൾക്കുന്നവൻ അതാര്? അള്ളാഹ് മാത്രം. അതാണ് പറഞ്ഞത് ഇലാഹ് എന്നുള്ള ഖുർആൻ തന്നെ പ്രയോഗിച്ചത്, ആലിഹത്ത് എന്ന് പ്രയോഗിച്ചത്. ആരാധ്യന്മാർ. ലോകത്ത് മനുഷ്യന്മാർ ആരാധിക്കുന്ന കുറെ ആരാധ്യന്മാരുണ്ട്, അവരൊക്കെ പേര് ഇലാഹ് എന്നാണ്. പക്ഷെ അള്ളാഹുവിന്റെ പ്രത്യേകം അൽ ഇലാഹാണ്. നമ്മളതാ പറയണ്ടെന്ന് അൽ ഇലാഹ് എന്നാണ്. ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞാൽ എന്തായി? അത് ഒരു കാര്യത്തെ സ്പെസിഫിക് ആയി പറഞ്ഞു, യഥാർത്ഥ ആരാധ്യൻ. അങ്ങനെ ലോകത്ത് ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഈക്വൽ ആയിട്ട് വേറെ ഒരാളും ഇല്ല. ഇവിടെയാണ് നമ്മളെ വിശ്വാസമായ കാര്യം പറഞ്ഞത്, ശരിക്കും പറഞ്ഞത്. ഇപ്പൊ എന്റെ നാട്ടില് ഒരു ചമ്മറവട്ട ഉസ്താദ് എന്ന ആളുണ്ട്. ഉസ്താദാണ്. വീട്ടിലിരിക്കുമ്പോൾ ആളുകൾക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊന്നും പറയും, ഓരോ ചികിത്സാ മന്ത്രങ്ങൾ ചെയ്യും. അങ്ങനെ അയാളുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? അയാളുടെ അടുത്തേക്ക് ഒരാൾ വന്നു, ഒരു സ്ത്രീ, ഹൈന്ദവ സ്ത്രീയാണ്, എന്നെ പര്യാപരണ സ്ഥലത്താണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് ഇത് അബ്ദുൽ കലാം മറ്റത്താണ് എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ പറഞ്ഞ അയാളുടെ അനുഭവമാണ് കേട്ടോ. അപ്പൊ ഈ കലാം ഖാന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഉസ്താദിന്റെ വീട്. അങ്ങനെ കലാം ഖാൻ സ്ത്രീനെ കണ്ടു. സ്ത്രീകൾ സംസാരിക്കുന്നത് എന്തിനാ വന്നത്? സംസാരിക്കാം. അപ്പോ സംസാരിക്കുമ്പോൾ ഉള്ളിൽ ഉസ്താദ് വന്നിട്ട് വിളിച്ചിട്ട് എന്ത് ചെയ്തു? ഉള്ളിൽ കഴിച്ചുകൊണ്ട് കലാം ഖാൻ ഇവര് വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു. തിരിച്ചിറങ്ങുമ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ വീടിന്റെ പറമ്പിൽ കളിക്കുമ്പോ എന്റെ പേരക്കുട്ടിയുടെ സ്വർണ്ണാഭരണം കളഞ്ഞുപോയി. പിന്നെ അയൽവാസിയുടെ ഒരു താത്തയാണ് പറഞ്ഞത്, ഈ ഉസ്താദിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? സ്വർണ്ണാഭരണം കിട്ടുന്നു. അപ്പോ കലാം പറഞ്ഞു, ഞാൻ നിങ്ങളും ഈ ഗേറ്റിന് മുമ്പിൽ സംസാരിക്കുന്നത് ആ CCTV കൂടെ ഉള്ളിലിരുന്ന് കണ്ടിട്ടാണ് ആ ഉസ്താദ് നിങ്ങളെ വിളിച്ചോണ്ടേ. സ്വന്തം ഗേറ്റിന്റെ മുമ്പിലുള്ള ആളെ കാണാൻ പറ്റാത്ത ഉസ്താദാണോ അങ്ങ് പെരയിൽ കിടക്കണം, പറമ്പിൽ കിടക്കണം നിങ്ങളെ കുട്ടിന്റെ സ്വർണ്ണാഭരണം കാണണം? പക്ഷെ നമ്മൾ പല ആളുകൾക്കും വിശ്വാസം കൈ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് പറയും. ഇതൊക്കെ എങ്ങനെ പറയണത്? ചിലപ്പോ പറയും, കണ്ണ് വെക്കണ്ട, എന്റെ കണ്ണ് തട്ടിയാട്ടില്ല, കണ്ണ് തട്ടും. അങ്ങനെ ചില ആളുകൾ പറയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭൗതികമായിക്കൊണ്ട് നമുക്ക് വല്ല ദോഷമോ അപകടങ്ങളോ തരാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ആ ശരിക്കുള്ള വിശ്വാസം എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് വരണം. ആ വിശ്വാസം വേറെ ആർക്കെങ്കിലും നമ്മൾ കൊടുത്താൽ അത് നമ്മൾ ശിർക്ക് എന്ന് പറയും. ഞാൻ പറഞ്ഞ് ചോദിക്കട്ടെ, ഇസ്ലാമിൽ ഇപ്പൊ ഏറ്റവും വലിയ പാപം ഏതാ? നിങ്ങളുടെ അഭിപ്രായത്തിൽ സംശയം ഉണ്ടാക്കിയും ശിർക്ക് കാഫിരികൾ ചെയ്യുന്ന തെറ്റല്ലേ? കാഫിരികളെല്ലാം തെറ്റ് ചെയ്യാം, ശിർക്ക് ശരിയല്ലേ? യെസ് നോ പറയല്ലേ? ഞാൻ ചോദിക്കും, കാഫിരികളായ ആളുകളല്ലേ ശിർക്ക് ചെയ്യാം? ഞങ്ങളുടെ നാട്ടിൽ ഹിന്ദുക്കളാണ് ശിർക്ക് ചെയ്യാം, നമ്മുടെ നാട്ടില് അല്ലേ? കാഫിരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ തന്നെ വിശ്വസിക്കാത്തവരാണ്. അവർക്ക് അള്ളാഹ് ഉണ്ട് തന്നെ വിശ്വാസമില്ല. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിന് പുറമെ അള്ളാഹുവിനുള്ള കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യണതാണ്. അള്ളാഹുവിനുള്ള കഴിവ് ഏതെങ്കിലും, ഞാൻ പറഞ്ഞ എല്ലാം കാണാൻ പറ്റും, ഒരാൾക്ക് ഒക്കെ അറിയാൻ പറ്റും, അങ്ങനെ ഏതെങ്കിലും കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കലാണെന്ത്? ശിർക്ക്. സത്യത്തെ ഒരു കാര്യം മനസ്സിലായിപ്പോൾ കേട്ടോ, ലോകത്ത് ഒരു കാഫിറും എന്ത് ചെയ്യണില്ല? ശിർക്ക് ചെയ്യണില്ല. അവർ കുഫറാണ് ചെയ്യുന്നത്. ശിർക്ക് ചെയ്യണത് ആരാന്ന് നിങ്ങള്? ശിർക്ക് ചെയ്തത് അള്ളാഹുവിൽ വിശ്വസിച്ച് നിസ്കരിച്ച് നടക്കണ മുസ്ലിങ്ങളാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിക്കും കേട്ടോ. അള്ളാഹുവിനുള്ള ചില തെറ്റ് ഞാൻ നബിദിനം പഠിപ്പിച്ച ആളാണ്. ബൈക്കിൽ ചെല്ലാണ്, നിന്റെ തൊള്ളയിൽ എന്തോ ആവശ്യം വന്നാണ്. എന്റെ അർത്ഥം എന്താ?
പ്രവാചകരെ, നിങ്ങളാണ് ഞങ്ങളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നവൻ, അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. സയ്യിദി ഖൈറൻ നബി, ഇത് വരുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകർക്ക് പോലും അള്ളാഹുവിന്റെ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്താണ്? ശരിക്കാണ്. നേരത്തെ പറഞ്ഞോട് ചോദിച്ച മറുപടി എന്താണ്? വിശ്വാസിയെ ജീവിക്കാൻ അവസരം കിട്ടും, പക്ഷെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വികലമായ വിശ്വാസത്തിലൂടെ ഒരാൾ എന്ത് ചെയ്യും? ഷഹാദത്ത് നഷ്ടപ്പെടുത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിനും എല്ലാം പുറത്തുക. ഷഹാദത്ത് കഴിക്കും. ഞാൻ ചോദിക്കട്ടെ, മദർ തെരേസ ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, ഭയങ്കര പുണ്യം ചെയ്ത ആൾക്കാരാണ്. നമ്മൾ തൗഹീദ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടുള്ളൂ? സ്വന്തം കിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഷഹാദത്ത് എന്നോട് തുടങ്ങുന്ന ഷഹാദത്ത് എന്നോട് ഫസ്റ്റ് പഠിച്ച നിങ്ങൾ ഷഹാദത്ത് പൂർണ്ണമായവൻ നിസ്കരിച്ച നിസ്കാരം അവ സ്വീകരിക്കും. ഷഹാദത്ത് ശരിയായവന്റെ സകാത്തെ സ്വീകരിക്കുള്ളൂ. ഷഹാദത്ത് ശരിയായവന്റെ നോമ്പും ഹജ്ജ് ആര് സ്വീകരിക്കുള്ളൂ? ഷഹാദത്ത് തന്നെ പൊളിഞ്ഞു പോയാൽ അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങളൊന്നും സ്വീകരിക്കില്ല. ഇവിടെ നമ്മൾ ശരിക്ക് ചിന്തിക്കണം, പടച്ചോനെ എന്റെ ഷഹാദത്ത് ശരിയാക്കണം, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാന്റെ മഹത്വം ഞാൻ ശരിക്കും ഉൾക്കൊണ്ട് സ്വീകരിച്ചു. ഓക്കെ, ഞാനിതിൽ സ്കിപ്പ് ചെയ്യാം എന്നുള്ള കാര്യം. ഇപ്പൊ ഈ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു, ഞാൻ പല സമയം കളയാൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പോയിന്റ് ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവാണ് എന്റെ റബ്ബ്, എല്ലാം പഠിച്ചത് അള്ളയാണ്. ഇത് ഈ വിശ്വാസം മാത്രം ഉണ്ടായത് ഒരാൾ വിശ്വാസിയാണ്. കാരണം എന്താ? ഈ വിശ്വാസം അബൂജഹലുണ്ടായിരുന്നു. അബൂജഹൽ എന്താ പറഞ്ഞത്? അള്ളാഹുവെ എന്ന് പറഞ്ഞത് ഇവിടുന്ന് ബദർത്തിന് പോകുമ്പോ, അള്ളാഹുവെ ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു മതവുമായിട്ടാണ് മുഹമ്മദ് വന്നത്. അപ്പൊ അള്ളാഹു വിശ്വാസം ആർക്കുണ്ട്? അബൂജഹലുണ്ട്. അബ്ദുൽ മുത്തലിബ് കഴുബയിൽ അജ്ജിന് വരുന്ന ആൾക്ക് വിഭവിക്കുന്ന ആളാണ്, അജ്ജാണ് നടക്കുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസം കൊണ്ട് എന്താവില്ല? ഷഹാദത്ത് പൂർണ്ണാവോ? രണ്ടാമത്തെ വിശ്വാസമാണ് അള്ളാഹു മാത്രമാണെങ്കില്ല, ഞാൻ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അവർക്ക് വേണ്ടി മാത്രമേ ആരാധന ചെയ്യും. അതാണ് എന്ത്? ഇലാഹായിട്ട് കാണുന്നത്. നമ്മളത് ഓക്കെ. മൂന്നാമത്തെ പ്രശ്നമുണ്ട്, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ ഉണ്ടാവുമെന്ന് വിശ്വസിക്കണം. നിങ്ങളിങ്ങനെ വീട്ടില് വായ ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കണം, അടിപൊളി ഇങ്ങനെ പൊള്ളച്ചിട്ട് അയൽവാസിയിലെ താത്ത വന്നു, എന്ത് രസാടി എന്റെ ഉണ്ണിയപ്പവും അടിപൊളി പൊള്ളച്ച് വന്നിക്കണല്ലോ, അടുത്ത പ്ലേറ്റ് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടായി. എന്റെ നാവുണ്ടല്ലോ, ആ പറഞ്ഞ വാക്കിനോട് ഉണ്ണിയപ്പം കേൾത്താൻ കഴിവുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ശരിക്കും വിശ്വാസം, ഷഹാദത്തിന് പ്രയാസപ്പെട്ട വിശ്വാസം. നമ്മൾ പറയില്ലേ, ഒരാൾ ഇങ്ങനെ കയറി വന്നു, കരണ്ട് പോയി, ഇഞ്ചു വന്നോണ്ട് കരണ്ട് പോയിട്ടോ, ഓൻ വന്നിട്ട് കരണ്ട് പോലെ കഴിവുണ്ടോ? ഇങ്ങനെ അള്ളാഹ്ക്കുള്ള എന്തെങ്കിലും ഗുണം വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ? ഇല്ല. ഇനി ഞാൻ പിന്നെ കണക്ട് ചെയ്യുന്നത് ഒന്ന്, അള്ളാഹുവിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചു, വേറെ ആരും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇത് ഭയങ്കരമായിട്ട് വലിയ സുഹൃത്തിലാണ് വല്ലതീ ഖദ്ദറ ഫഹദ, സുഹൃത്തിലാണല്ലേ. അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുക മാത്രമല്ല, അള്ളാഹു ശരിക്ക് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് പഠിപ്പിച്ചിരുന്നത് എല്ലാ ജീവികളും. ഉദാഹരണം പറഞ്ഞ ഒരു താറാവിന്റെ കുട്ടി ജനിച്ച് ചെറുതാണ്, നിങ്ങൾ കൊണ്ട് വള്ളത്ത് കിട്ടും, സംഭവിക്കാം? നീന്തി പോവും. ആ താറാവിനെ നീന്താൻ പഠിപ്പിച്ചോ? ഇല്ല. ഒരു പശു പ്രസവിച്ചു അല്ലെ, ആ കുട്ടി ഇങ്ങനെ 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 നിർത്തിക്കാണ് നേരെ പശുവിന്റെ അകടിന്റെ ചോട്ട് കണ്ടു പോകും. അതാണ് നിന്റെ അമ്മ, അവിടെ പോയിട്ട് അതാണ് അകിട്, അതിൽ പോയിട്ട് നീ പാല് പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പഠിപ്പിച്ചോ? അള്ളാഹു സൃഷ്ടിക്കുക മാത്രല്ല, എങ്ങനെയാണ് ഉപജീവനം തേടേണ്ടത് എന്ന് ആരെ പഠിപ്പിച്ചിട്ടുണ്ട്? എല്ലാ ജീവികളെയും പഠിപ്പിച്ചു. എല്ലാ ജീവികളും പഠിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം അതിജീവനം. അള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറയുന്നുണ്ടാവും. അതിജീവനം എന്താ പറയുക? നിങ്ങൾ കേട്ടില്ലേ, സുനാമിയൊക്കെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കെട്ടിയിടാത്ത മതങ്ങൾ അതിൽ പെട്ടിട്ടില്ല. അവർക്ക് എന്തോ നേരത്തെ മനുഷ്യന്മാർക്ക് കേട്ടവർ സ്നേഹിപ്പോയി എന്നാണ് പറഞ്ഞത്. പിന്നെയോ ഒരു അപകടം ഉണ്ടാവും, പക്ഷി ഇങ്ങനെ പറന്നു. ഓരോ ജീവിക്കും ആ ജീവിയെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ ഐഡിയ അത് പഠിപ്പിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക മാത്രമല്ല, ഭക്ഷണം നൽകി മാത്രമല്ല,
അപകടത്തിൽ രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് പഠിപ്പിച്ചത്. എല്ലാ ജീവികളും നമുക്കുള്ളത് രണ്ടും എന്താണെന്നറിയാം, വിശേഷ ബുദ്ധിയാണ്. നമുക്ക് അള്ളാഹു ചെയ്തിട്ടുണ്ട്, ചിന്തിച്ചിട്ട് അധ്വാനിക്കാനുള്ള ബുദ്ധിയും അപകടത്തിൽ രക്ഷപ്പെടാനുള്ള ബുദ്ധിയുമായി തന്നിട്ടുണ്ട്. എല്ലാരെയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമാണ്. ഇനി ഞാൻ പറഞ്ഞത് വെച്ചാൽ അടുത്ത പോയിന്റ് പറയാട്ടോ, ചുരുക്കി പറയാൻ സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഇത് ഭയങ്കര 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 നിങ്ങൾക്ക് അള്ളാഹനെ ഫീൽ ചെയ്യും. ഇങ്ങനെ തന്നെ പേരെന്താ? ഷിഫ ഹസ്ബൻഡ് ഉണ്ടാവും. എക്സാമ്പിൾ പറയട്ടെ, കുഴപ്പമില്ലല്ലോ. ഷിഫ പിന്നെ ആദ്യം എല്ലാവരും ജസ്റ്റ് ചിന്തിക്കട്ടോ പറഞ്ഞ കാര്യം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എല്ലാ പേഴ്സണൽ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഇന്റിമേറ്റ് ആയിട്ട് ഒന്ന് രണ്ടാളുണ്ടോ? ഒന്നോ രണ്ടാളുണ്ടോ? വളരെ ക്ലോസ് ആയിട്ടുള്ള നിങ്ങൾ മനസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു വേണം പഠിക്കണ്ട. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആണ് പറഞ്ഞ ഭാര്യ ഭർത്താവ് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്തിച്ചോ? ചില ആൾക്കാർ ഭാര്യനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഭർത്താക്കന്മാരെ ചിന്തിച്ചിട്ടുണ്ടാവും, ഉമ്മാനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഫ്രണ്ട്സിനെ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിച്ചില്ലേ? ഉറപ്പല്ലേ? എനിക്ക് 100% ഉറപ്പുള്ള കാര്യം പറഞ്ഞേക്കെ. നിങ്ങളിപ്പോ മനസ്സിൽ ചിന്തിച്ച നിങ്ങളെല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളുണ്ട്. ആ അയാളോടും പറയാത്ത ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത്ര പറഞ്ഞ യെസ്സോർന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ കിടക്കുന്ന, നിങ്ങൾക്ക് ജന്മം നൽകിയ, എല്ലാത്തിനും നിങ്ങളെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് പോലും മറച്ചു വെച്ച ചില രഹസ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കി. ഈ ദുനിയാവിൽ എല്ലായിടത്തു നിന്നും ഒളിപ്പിച്ച ചില കാര്യം അതറിയുന്നവനാണ് അല്ലാഹു. ഈ ദുനിയാവിൽ എല്ലാവരേക്കാളും നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്നവനാണ് അല്ലാഹു. കഴിഞ്ഞില്ല. ഷിഫയിലേക്ക്, ഷിഫന്റെ ശരീരത്തിൽ ഒരു ക്യാൻസർ വളരുന്നില്ല. ഉദാഹരണമാണ്, ക്യാൻസർ വളരുന്നുണ്ട്. ക്യാൻസർ ഒരു പ്രശ്നമാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്ത് ചെയ്യില്ല, ആർക്കും മനസ്സിലാവില്ല. പക്ഷെ ആ രഹസ്യം ഉള്ളിലുണ്ട് കേട്ടോ. ഷിഫക്ക് പോലും അറിയാത്തൊരു രഹസ്യം അറിയുന്നവനാണ്. നമ്മളെ കുറിച്ച് നമുക്ക് പോലും അറിയാത്ത രഹസ്യങ്ങൾ അറിയുന്ന, നമ്മളോട് വളരെ അടുത്തുള്ള ഒരാളാണ് അല്ലാഹു പറയുന്നത്. നിങ്ങളോട് ആരെങ്കിലും അല്ലാഹ് ആരെന്ന് ചോദിച്ചു, നീ മറുപടി കൊടുത്തോ? അവൻ എന്നോട് ഏറ്റവും അടുത്തവനാണ്. അങ്ങനെ അടുത്തൊരാളാണ് പഠിച്ചോ. ഇത്രയും എന്നോട് അടുത്ത ഒരാളുണ്ടാവും. എക്സ്പീരിയൻസ് നമ്മൾ പറയാൻ വേറെന്താ നിങ്ങൾ വേണ്ട വിവാഹം കഴിച്ചോ? ഇല്ല, ഒക്കെ മോളല്ലേ. വിവാഹം കഴിച്ച ആൾ കിട്ടണം. നമ്മൾ കഴിച്ചോ? വിവാഹം കഴിച്ചോ? പേരെന്താ? ഇത് കേട്ടപ്പോഴേ പഠിച്ചോളെ, ഞാൻ എന്റെ ഭാര്യ പലതും മറച്ചു വെച്ചിട്ടുണ്ടല്ലോ. ആത്മാർത്ഥ ഈമാൻ കയറി. വിശാഖ ഇതുണ്ടോ? വൈഫുണ്ടോ? എന്നെ വൈഫിനോട് ചെന്ന് പറഞ്ഞു, നീക്കൊരു മറവുണ്ടാവാൻ പാടില്ല. ഞാൻ എന്നോട് ഇന്ന് എന്നെ തെറ്റൊക്കെ ചെയ്തു. മനസ്കനായ വൈഫ് പൊറുക്കുന്ന ഉറപ്പില്ല. സാധാരണ ഭാര്യമാരെ സംഭവിക്കുന്നതായിരുന്നു. അതോടുകൂടിയുള്ള ഈമാൻ. നിങ്ങളൊക്കെ ഇനി കാണണം, നിങ്ങൾ ഇന്നോട് ഇതൊക്കെ ചെയ്തിക്കണല്ലേ, ഇനി നിങ്ങളോട് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞു. എന്തിനേറെ പറയും, ഉമ്മമാര് വരെ പറയും, മോനെ ഉമ്മാക്ക് പൊറുക്കാൻ പറ്റാത്ത, ഞാൻ മരിച്ചാൽ മയ്യത്ത് കാണിച്ച് വരരുതോന്ന് ചില തെറ്റിയത് പറയില്ലേ. എന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഓടുന്നത്, അവര് പോലും അവരോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ നമ്മൾ ആട്ടിയാക്കിട്ടു. ശബ്ദം പറയാണ്, ഞാൻ തന്ന കണ്ണുകൊണ്ട്, ഞാൻ തന്ന സമ്പത്ത് കൊണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഹറാമ് നീ ചെയ്തെങ്കിലും നീ നിരാശപ്പെടണ്ട. നീ എന്നോട് പശ്ചാത്തപിച്ചോ, ഞാൻ പുറത്തു തരാം. എന്റെ ഉമ്മ പൊറുക്കാത്തത്, ഉപ്പ പൊറുക്കാത്തത്, ഭാര്യ ഭർത്താവ് പൊറുക്കാത്തത് ഞാൻ പുറത്തു തരാം. എന്ന് വെച്ചാൽ എല്ലാവരേക്കാളും നമ്മോട് സ്നേഹമുള്ള ആള് ശരിക്കും. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു പേരുണ്ട്, അൽ വദൂദ്, ഏറ്റവും സ്നേഹമുള്ളവൻ. ഞാൻ വീണ്ടും പറയാണ്, ഇങ്ങനത്തെ ഒരു അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ
ഈ പ്രായത്തിലടക്ക് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ കേവലം ഒരു ആരാധന നിസ്കരിക്കുമ്പോൾ വെച്ചിട്ടാണ് ഇപ്പൊ ദിക്റിനൊപ്പം ചിലവർ അള്ളാഹ്ക്ക് ചുരുക്കിയത്. മനസ്സറിഞ്ഞ് എന്ത് ചെയ്യണം? അള്ളാഹിനെ ഇലാഹായി സ്വീകരിക്കണം. എന്നിട്ട് പിന്നെ എങ്ങനെ അശ്വലായി നമ്മൾ ചെയ്യണം? പിന്നെ അങ്ങോട്ടേക്ക് എപ്പോ ആരാധന നടത്തുമ്പോൾ ആരോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ? അള്ളാഹ് നിരന്തരം അത് ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാം, ആരാധന നടത്താം, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിക്കാം. അപ്പൊ ഷഹാദത്തിന്റെ പ്രത്യേകതാണ് 5 നേരം ചെയ്താൽ പോരാ, ഫുൾ ടൈം. ഷാല് പറഞ്ഞ പോലെ ഫുൾ ടൈം അള്ളാഹ് ഓർമ്മ ആർക്ക് വേണം? ഒരു വിശ്വാസത്തിൽ മരണം വരെ വേണം. അപ്പോൾ ഷഹാദ് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഷഹാദത്തിന് രണ്ടാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. പകുതിയിലെ വർത്തമാനം പറഞ്ഞോളൂ. ഷഹാദത്തിന് എന്നിട്ട് രണ്ടാമത്തെ ഒരു ഭാഗം കൂടിയുണ്ട്. എന്താണ് അതിന്റെ അറബി? എന്താ? ക്ലാസ് പോകാണ്ടിരിക്കുന്നത് ഓക്കെ അല്ലേ? എന്ന് രണ്ടാമത്തെ ഭാഗം എന്താ? അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതൻ തന്നെയാണ് എന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷിയാണ്. ഞാൻ പഠിച്ചിക്കണമെന്നല്ല കേട്ടോ, ഞാൻ കേട്ടിക്കണമെന്നല്ല, എനിക്ക് അറിയാമെന്നല്ല അവിടെ പറഞ്ഞത്. അത് എന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ കാണും. അപ്പോൾ ഞാൻ ഷഹാദത്തിന്റെ രണ്ടാമത്തെ പാർട്ടുള്ളൂ. വിശേഷിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരാളാവണം ഞാൻ. അത് ഏറെക്കുറെ ഓക്കെയാണ്, ഞാനൊക്കെ. പക്ഷെ രണ്ടാമത്തെ ഭാഗം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണിശമായി ഒഴിവാക്കാൻ പറഞ്ഞ ഹറാമുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഞാൻ ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗത്ത് പൂർത്തിയാവും. എന്റെ വണ്ടിക്ക് ഞാൻ EMI പലിശ അടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പലിശക്ക് ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കിയിരുന്നു തോന്നലുകൾ ആയിരിക്കും അറിയില്ല കേട്ടോ. അതിന്റെ മതപരമായ വീക്ഷണം പറയാണ്. പലിശയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ കഴിവക്കണ്ട മുറിച്ചമാരി ഒരു ഓപ്ഷൻ കറക്റ്റ് പറഞ്ഞു. ഹറാമാക്കിക്കണ റിബ പലിശ. പിന്നെ അതിന് സംശയത്തിന് ഓപ്ഷൻ ഇല്ല അവിടെ. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെ ബാങ്കിൽ നിന്ന് പലിശക്ക് ലോൺ എടുത്തിട്ട് LED വീടും വലിയ മതിലൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സുഖിച്ച് കിടക്കണം. ഭൂമിയിലായിട്ട് സുഖിച്ച് കിടക്കാം, വെള്ളം കിടക്കാം, 5, 10, 15 രൂപ കിടക്കാം. പക്ഷേ നീ ലോകത്ത് കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കി സത്യത്തിൽ ദുനിയാവിലല്ല കേട്ടോ, നീ നല്ല അടിപൊളി വീടുണ്ടാക്കിയത് നരകത്തിലാണ്. എനിക്ക് ഫിക്സഡ് സ്ഥലം വേണം. കാരണം അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യം നീ ജീവിതത്തിൽ കൊണ്ടുനടക്കും. ഹറാമായി പഠിച്ചൊരു കാര്യം. നിന്റെ ഷഹാദത്ത് എന്തെല്ലാം? ചില സ്ത്രീകളുണ്ടാവും ഇവിടെ വളരെ മാന്യമായിട്ട് വന്നു. സ്ത്രീകളുണ്ടാവും നിസ്കരിക്കും കേട്ടോ, നിസ്കരിക്കും, സക്കാത്ത് കൊടുക്കും, സക്കാത്തിനെ കൊടുക്കും, ഭയങ്കര ഇഷ്ടം. പക്ഷെ വേഷവിധാനത്തിൽ ഇസ്ലാം പറഞ്ഞത് പാലിക്കില്ല. വേഷവിധാനത്തിൽ പാലിക്കില്ല. മഫ്തക്കടയിൽ ഒരു ചൂടുണ്ടാണ്, അതിന്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് കാണിക്കും. ഏതുപോലെ കാര്യങ്ങള് ഞാൻ മുസ്ലിം ഒക്കെയാണ് നിസ്കരിക്കാൻ വയ്യ. നിങ്ങളവരെ കുറിച്ച് എന്താ പറയാ? ഞാൻ മുസ്ലിം ഒക്കെയാണ് നിസ്കരിക്കാൻ വയ്യ. നിങ്ങൾ മുസ്ലിമാണോ? ആരവരോട് എല്ലാവരോടും മൊത്തം പറഞ്ഞിരിക്കണത്? ആരും പറഞ്ഞോ? അള്ള പറഞ്ഞെന്താണ്? നിങ്ങൾ വിശ്വാസിയാണ് ചെയ്താൽ മതി. അള്ളക്ക് നിർബന്ധം ഉണ്ടാവും. വിശ്വാസികൾക്ക് മടി ഉണ്ടാവും. വിശ്വാസിയാണോ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകളും ഹറാമായ കാര്യങ്ങളും മാറി നിന്നിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. അപ്പോൾ അവരാരാവുള്ളൂ? വിശ്വാസിയാവുള്ളൂ. ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എത്ര ആളുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകളും 5 നേരം, എല്ലാവരും നമ്മളെ കുറിച്ചല്ല, ഭൂരിപക്ഷം മുസ്ലിങ്ങളും 5 നേരം നിസ്കരിക്കാത്തവരാണ്. നിങ്ങളോട് എസ്സോർണോ പറഞ്ഞോ? എസ്സോർണോ? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും സഹോദരിമാരും ഇസ്ലാമിക സംസ്കാരവും വസ്ത്രവിധാനവും പാലിക്കാത്തവരാണ്. എസ്സോർണോ? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പലിശ പോലുള്ള സാമ്പത്തിക കൃത്രിമത്തിൽ മുങ്ങി ജീവിക്കുന്നവരാണ്. എസ്സോർണോ? നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഇസ്ലാമികമല്ലാത്ത ഹറാമായ ആഘോഷങ്ങൾ, കല്യാണം പോലെ സന്ദർഭങ്ങൾ വീട്ടിൽ ചെയ്യുന്നവരാണ്. എസ്സോർണോ? നമ്മളെല്ലാം ഭൂരിപക്ഷം മുസ്ലിങ്ങളും
ഹറാമായ കാര്യങ്ങൾ കാണുകയും പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ്. രസമാണോ? അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളും ഷഹാദത്തിന് രണ്ടാമത്തെ ഭാഗത്തിന് പുറത്താണ്. ഷഹാദത്ത് ശരിയാവാത്തോ പോയിട്ട് അല്ലാഹ് പറയണം, മോനെ ഒന്നാമത്തെ ശരിയായിട്ടില്ല, സക്കാത്ത് വാരിക്കൂലി കൊടുക്കണം, മോനെ ഷഹാദത്ത് ശരിയായിട്ടില്ല, നോമ്പ് വെക്കണം, ഹലോ ഷഹാദത്ത് ശരിയല്ല, ഹജ്ജിന് പോവാണ്, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അവിടെ നിൽക്ക്, ഷഹാദത്ത് ശരിയാക്കിട്ട് വാ. ഷഹാദത്ത് പൂർണ്ണമല്ലാതെ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ ഷഹാദത്ത് രണ്ടാമത്തെ ഭാഗം, അവന് എപ്പോഴാണോ ഷഹാദത്ത് അങ്ങനെ ഷഹാദത്ത് ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ജീവിതത്തിൽ റസൂലുള്ളാഹി ഹറാം നല്ലത് മുഴുവൻ ചെയ്യാൻ പറ്റില്ല, സുന്നത്താണ്. പക്ഷെ ഹറാമാക്കിയ ഒരു കാര്യം ലൈഫിൽ ഉണ്ടാവുന്നുണ്ടോ, അത് തീരുമാനിച്ച് ഇനി മരണം വരെ ആരാണോ പോണത് അവർക്ക് ഷഹാദത്തുണ്ട്. അല്ലാത്തവന് ഏതുപോലെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറെ ആൾക്കാരെ കുറിച്ചിട്ട്, അവരൊക്കെ ഓൾറെഡി പോയിട്ട് നിങ്ങൾ ഇസ്ലാം മുസ്ലിം ഉണ്ടാവും. അവർ SLC പോയി നിങ്ങൾ തല തട്ടമൊഴിച്ച് നടക്കുന്നുണ്ടാവില്ല. പള്ളിക്കൂടി വരാത്ത ആൾക്കാർ SLC ഉണ്ടാവും, ഇസ്ലാം മാപ്പിള ഇല്ലേ ഇല്ലേ. മദ്യപിച്ച് കള്ളുപിടിച്ച് നടക്കണം മുസ്ലിങ്ങളെ ID കാർഡിൽ ഉണ്ടാവില്ല, ആധാർ കാർഡിൽ ഉണ്ടാവും, റിലീജിയൻ ഇസ്ലാം ഇവിടത്തെ ലിസ്റ്റിൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ഉണ്ടാവില്ല, മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ അവരുടെ പേരുണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരം ജീവിതത്തിൽ ദിവസവും 5 നേരമാണെങ്കിൽ, സക്കാത്ത് കൊല്ലത്തിൽ 1 തവണയാണെങ്കിൽ, നോമ്പ് കൊല്ലത്തിൽ 30 എണ്ണമാണെങ്കിൽ, ഹജ്ജ് ജീവിതത്തിൽ 1 എങ്കിൽ, ഷഹാദത്ത് ജീവിതത്തിൽ എപ്പോഴാണ് ഷഹാദത്ത് സ്വീകരിക്കുന്നത് അത് മുതൽ മരണം വരെ ഫുൾ ടൈം എന്തിലായിരിക്കണം? ഷഹാദത്തിലായിരിക്കണം. അതിനെന്ത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു ഷഹാദത്ത് എന്ത് കൊടുത്തത്? 1-ാം സ്ഥാനത്ത്. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഇതുവരെയാണ് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാണ്ടോ. ഞാൻ എന്നോടൊന്നും പറയാനൊന്നും വേണ്ട, നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അങ്ങനെ പരിശോധിക്കുമ്പോ ഈ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ അവഗണിക്കാനോ അല്ല, ആരെയും പ്രയാസപ്പെടുത്താനല്ല, ചിന്തിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് കേൾക്കേണ്ട ഒരു ഉത്തരം നിങ്ങൾ പറ്റുന്ന എല്ലാവരും ഇന്ററാക്ട് ചെയ്യണം. ഈ ചോദ്യം ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ഉള്ള അതേ ഉത്തരാണോ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? എന്റെ ക്ലാസ് ഇപ്പം തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂർ 5 മിനിറ്റ് ഒക്കെ ആയി തോന്നുന്നു അല്ലെ? എത്ര തുടങ്ങിയത് സമയം ഇപ്പോഴേ ഇങ്ങനല്ല, 1 മണിക്കൂർ 5 മിനിറ്റ് ആർക്കും പറയും. ഇപ്പൊ നോക്കേണ്ട ചോദ്യത്തിന് കനുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? അല്ല. ഒന്ന് പറയാം, ഒന്ന് പറയാം. പേരെന്താ? ഇരുന്ന് പറയാം. നിങ്ങളൊരു അഭിപ്രായം കേൾക്കും. ഈ ചോദ്യം ഫസ്റ്റ് കേട്ടപ്പോ തോന്നിയത് പോലെയാണ്, അപ്പോൾ അങ്ങനെയാണോ? നിങ്ങളെ ആഡ് ചെയ്യാണോ? യെല്ലോ ശാലിക്കാൻ പറ്റില്ല. ആൻസർ എന്താ? ഇത് ഈ ചോദ്യം ആദ്യം ഞാൻ കാണിച്ചല്ലോ, അപ്പോൾ അതേ ആൻസർ തന്നെയാണ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ് അവസാനിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിൽ അഡീഷണൽ ആഡ് ചെയ്യണം, പറയണ്ടോ? ഇതിൽ പറയണം തോന്നുന്നുണ്ടാവും, ഇന്ന പോലെ മനസ്സിലായി ഇന്ന കാര്യം ചിന്തിച്ചാൽ പറയണമെന്ന് ചോദിക്കണം. ഒന്നുമില്ല. ഓക്കെ, ബുദ്ധിമുട്ടിക്കണില്ല. സ്ത്രീകൾ ഭാഗം നമ്മൾ ലാസ്റ്റ് വെക്കണം. അഭിപ്രായം പിന്നെ ക്ലാസ് കേട്ടത് എന്താണ്? ചിന്തിച്ച ആൻസർ പറയേണ്ട ഒരു ഉത്തരാണ് അല്ലേ? ഷിഫൻ ഹസ്ബൻഡ് പേരെന്താ? ചിന്തിക്കാറ്. ഇപ്പൊ എന്താ ഇതിനകത്ത് ആൻസർ വ്യത്യാസം ഉണ്ടാവും? വ്യത്യാസം ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ക്ലാസ് വിഷയം അതിന് അവതരിപ്പിച്ചെങ്കിലും ഈ വിഷയം കേട്ടിട്ടില്ല. ഷഹാദത്ത് ഇങ്ങനെ കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നുന്നു ചില കാര്യങ്ങൾ പറഞ്ഞേ പറയട്ടെ. മുമ്പ് കാര്യങ്ങളൊന്നും വന്നാൽ വളരെ നന്നായിരുന്നു.
ആർക്കും പറയാം. ഈ ഇത്ര നേരം ഞാൻ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ്. കാരണം നെക്സ്റ്റ് ഭാഗം വേറെ കാര്യം പറയാൻ പോകുന്നതാണ്. എന്ത് ഉണ്ടാക്കി പറയണ്ട, റിയൽ ആയിട്ട് പറഞ്ഞാൽ മതി. ചെയ്യേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും ആർക്കും പറയാം. ലോകത്തിൽ 25% മുസ്ലിംസ് ഉണ്ട്. ഈ ചോദ്യം കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ കൂടുതൽ സ്വർഗം എല്ലാവർക്കും തുറന്ന് താമസിപ്പിക്കാന്നുള്ളതും പറഞ്ഞില്ല. ഇതാണ് അങ്ങനെ ഒന്നല്ല, ഒന്ന് രണ്ടാളൊന്നും അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ലോളും. കാരണം നമ്മൾ താരം നിങ്ങൾ പറഞ്ഞപ്പോൾ നല്ലൊരു പോയിന്റാണ്. നമ്മൾ താരം ലോകത്ത് കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നരകമുണ്ട്, സ്വർഗമുണ്ട്. പകുതി ആൾക്കാർ നരകത്തിൽ, പകുതി സ്വർഗത്തിൽ. ഞാനെന്തായാലും മുസ്ലിമാണ്, ഞാനൊക്കെ ഏറെക്കുറെ സ്വർഗത്തിലായിരിക്കും എന്നൊരു ധാരണ പൊതുവെ മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. പിന്നെ അവിടെ വേറെ കൺഫ്യൂഷൻ വരാൻ സാധ്യത മീസാനാണല്ലോ. ഞാൻ 50% എന്തായാലും നല്ല ചെയ്തില്ല, 51 കിട്ടിയാലേക്ക് എന്ത് ചെയ്യാം, സ്വർഗത്തിൽ പോവാന്നാണ്. ഞാൻ സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് പറയുള്ളൂ. അത് സത്യത്തിൽ ആ മീസാനുള്ള കൺസെപ്റ്റ് നമ്മൾ തെറ്റാണെന്നുള്ളതാണ്. പിന്നെ പറയാം, ഇതും മാറും. ഇതുമായി കണക്ട് ചെയ്ത് കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കോ, ഞാന് പഠിച്ചതിന് ശേഷം ഞാൻ അറബി കോളേജിൽ പോയിട്ട് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഗ്രാമത്തിന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കുറെ അന്ധവിശ്വാസത്തിൽ ജീവിച്ചതാണ്. ഞാൻ ഐക്യയിലുണ്ടായിരുന്നു, നബിദിനത്തിന്റെ ദഫ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഉസ്താദ്മാരത്ത് മാസത്തിൽ പോണ ആളായിരുന്നു. ഏറവാടി, നാവൂര് എല്ലാ ജാലകൃഷ്ണ സന്ദർശനമായിരുന്നു. അങ്ങനെ ജീവിച്ച ഇതിന്റെ മുന്നിൽ എപ്പോഴും തകിട് കയറസൊക്കെ ഉണ്ടാവും എല്ലാ ഭക്തരും. അങ്ങനെ ജീവിച്ച ആളായതുകൊണ്ട് എനിക്ക് വ്യത്യസ്ത മനസ്സിലാവും. അപ്പൊ എനിക്ക് ഞാൻ രണ്ട് ഡിഗ്രി എടുത്താണ്. BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളാണ്. എന്നിട്ട് BA നമുക്ക് പോയതാണ്. അപ്പൊ ഇങ്ങോട്ട് പലരും ചോദിക്കും 3 കൊല്ലം കേസ്. എല്ലാം പറഞ്ഞു 3 കൊല്ലാണ് എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്നാണ്. കാരണം 3 കൊല്ലാണ് ശരിക്കും ഞാൻ എന്ത് ചെയ്തത്, ദീന് പഠിച്ചത്. അതിനുശേഷം എനിക്ക് ബോധ്യപ്പെട്ടു. നമ്മള് നല്ലൊരു ഒരു മുജാഹിദ് എന്നുള്ള ചിന്തയിലേക്ക് എത്തുമ്പോൾ അയാളുടെ മനസ്സിനകത്ത് അയാൾ ഷഹാദത്ത് ഉറപ്പിച്ചിട്ടുണ്ടാകും. ഷഹാദത്ത് ഉറപ്പിക്കാത്ത ഒരുത്തർക്കും ഒരാൾക്കും ഒരു മുജാഹിദാകാം. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആ മുജാഹിദ് ചിന്താഗതിയിലേക്ക് അപ്പൊ അത് ഉൾക്കൊണ്ടതിന് ശേഷം തന്നെ ആയിരിക്കും ആ ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും, എല്ലാ നീക്കങ്ങളും, എല്ലാ വിഭാഗങ്ങളും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നെയ്യത്ത് വളരെ പ്രധാനമാണ്. അത് മനസ്സിലാക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യനും അത് ഉണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഷഹാദത്ത് പറയാനതിന് വേണ്ടി മാത്രം നമ്മളൊന്നും ഒരുക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങളിപ്പോ അത് ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഇതുവരെക്കും ഒരു മനുഷ്യനും അങ്ങനത്തെ നിലവിലുണ്ടാവില്ല. നല്ല സുരക്ഷയാണ്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി വരുത്തട്ടോ. നമ്മൾ വാക്കുകൾ പറയാൻ റെഡിയാവുന്നുള്ളതല്ല. നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിങ്ങനെ ഒന്നിന്റെ കാര്യം പറയാം. മദർസയെ പഠിച്ചു, അപ്പോഴൊന്നും മതത്തിന്റെ ബോധമില്ല. ഡിഗ്രി 20 വയസ്സിൽ അപ്പോഴും മതത്തിന്റെ ബോധമില്ല. 22ാമത്തെ 23 വയസ്സിലാണ് ഞാൻ ഡിഗ്രി പഠിച്ച് പഠിക്കുന്നത്. അപ്പൊ അത്രയും കാലം മുസ്ലിമാണോ മുസ്ലിമാണ്. അപ്പൊ ആ പിന്നെ കഴിഞ്ഞപ്പോ എന്തായി, അള്ളാഹിന്റെ മഹത്വം മനസ്സിലാക്കി അള്ളാഹിനെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശിർക്ക് ചെയ്യാതെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അതേപോലെ നമ്മളെല്ലാവരും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ശരിക്കും അന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും ഷഹാദത്തിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞു, അല്ലാതെ സമയത്ത് നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ പറയാന്നുള്ളത് അതും പറച്ചിലല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതം എന്നാണ് നമ്മൾ ചിട്ടപ്പെടുത്തുന്നത് അന്ന് മുതൽ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. ഓക്കെ, ഇനി പിന്നെ ഞാൻ പറഞ്ഞു വെക്കണ ഇതിനൊരു പ്രത്യേകത ഞാൻ പറഞ്ഞത് ഞാൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് അറിയില്ല. നമ്മൾ കുട്ടികളെ മതം പഠിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ? കുട്ടികൾ എത്ര വയസ്സായാലും സ്കൂൾ പഠിക്കും, മാർച്ച് പഠിക്കും അല്ല, എത്ര വയസ്സ് വരെ പഠിക്കും. 5ാം ക്ലാസ് ചേർത്തിയാൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് മാക്സിമം മദ്രസ ഉണ്ടാവുള്ളൂ. 13 വയസ്സ് വരെ. 13 വയസ്സ് വരെ എന്തൊക്കെ പഠിക്കുന്ന നിങ്ങൾ 5ാം ക്ലാസ്സിലാണ് ആർത്തവം എന്താണ്, ജനാപത്ത് എന്താണ്, അതിന്റെ ശുദ്ധീകരണ മര്യാദ പഠിക്കും. കുട്ടി 10 വയസ്സിലാണെങ്കിൽ എന്താ അർത്ഥം ജനാപത്ത്. 11ാമത്തെ വയസ്സിൽ അനന്തരാവകാശം ഊരിയേക്കാൻ പഠിക്കണം. ഓനക്ക് എന്താ അനന്തരാവകാശം. ചുരുക്കി പറഞ്ഞ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യമല്ല, ഈ പോയിന്റ് ഉണ്ടല്ലോ. നമ്മളിൽ അധിക പേരും മദ്രസയിലെ 2ാം ക്ലാസ്സിലെ ബാലപാഠത്തിലെ 2ാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യം ഞാൻ വലിയ സംഭവം പറഞ്ഞില്ല. പക്ഷെ നമ്മളത് ചൊല്ലി പഠിക്കുകയാണ് ചെയ്തത്.
അതെന്താന്ന് അർത്ഥം ഉൾക്കൊള്ളി പഠിച്ചിട്ടില്ല. നമ്മളിൽ അധികം ആളുകൾക്കും മതത്തിന്റെ ഓരോ മേഖലയിലെ അറിവ് കൃത്യമായിട്ട് അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട് അനുവദിക്കാത്തത്? അള്ളാഹു ആദ്യം പറഞ്ഞ നിസ്കാരത്തിനെ കുറിച്ചിട്ടല്ല, നോമ്പും സക്കാത്തും ഒന്നുമല്ല. അള്ളാഹ് പറഞ്ഞു ഇത്ര നീ വായിക്കണം, അള്ളാഹിനെ കുറിച്ച് വായിക്കണം. അള്ളാഹിനെ കുറിച്ച് വായിക്കാം. നമ്മുടെ ഇൽമ് നേടുന്നോർപ്പ് സ്ഥലം കിട്ടിയില്ലേ, നമ്മൾ ഈമാൻ കൂടിയില്ലേ? അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമ് നേടുന്നോറും നമ്മുടെ ഈമാൻ കൂടും, ആരാധനയുടെ ഭംഗി കൂടും, ഇഖ്ലാസ് കൂടും. അതാണ് ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ എത്തുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ. മതപരമായ പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാലമായിട്ട് അറിയാറുണ്ട്. ഞാൻ ഒരു ക്ലാസ്സിൽ പിന്നെ LKG മുതൽ ഡിഗ്രി വരെ പഠിച്ച പുസ്തകവും ടേബിളും വെച്ചു, കട്ടി വെച്ചു. അത് ഒരാളയച്ചിട്ടുണ്ട്. LKG മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴത്തെ ഖുർആൻ വെച്ചു. ഖുർആൻ എത്ര 20 വയസ്സാവുന്ന ഒരു കുട്ടി ഈ അട്ടിക്കുള്ള ബുക്ക് വായിച്ച് പഠിച്ചു തീർക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ചുള്ള മതാധ്യാപനം അവരുടെ ജീവിതത്തിൽ. അവിടെയാണ് നമ്മളൊരു ആയത്ത് ചെയ്യുന്നത്, നമ്മൾ തിരിച്ചറിയുന്നത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ആർക്കാണ് അള്ളാഹുവിന്റെ അടിമകളിൽ നല്ല വിശ്വാസത്തോടുള്ള ഈമാനും ഇഖ്ലാസും ഉണ്ടാവുന്നത്? അൽ ഉലമാ, പണ്ഡിതന്മാർക്കെന്നല്ല, മതകാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണം. ഇപ്പൊ ഷഹാദത്തിനെ കുറിച്ചിട്ട് ഈ ക്ലാസ്സിൽ ഇരിക്കാത്ത ഒരാളുടെ ആരാധനയും ഇരിക്കുന്ന ആളുടെ ആരാധനയും കുറച്ച് വ്യത്യാസമുണ്ടാവും. ഇന്നത്തെ സംസ്കാരത്തിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് ഞങ്ങൾ മുന്നിലെത്തിയാണ്, പ്രസന്റ് ചെയ്യാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അള്ളാഹു ഇത്രയും ബുദ്ധിയും സമ്പത്തും ആരോഗ്യവും സംവിധാനമൊക്കെ തന്നിട്ട് അള്ളാഹിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ നേരമില്ല, അറിവില്ലാത്തവരൊന്നും മരിച്ചുള്ള ഒരു ഗതിയെ കുറിച്ച് ആലോചിക്കുക. അള്ളാഹ് പറയും, മോളെ 20 വയസ്സാകുമ്പോൾ എത്ര ബുക്ക് പഠിച്ചതാണ്, എത്ര സയൻസിൽ പഠിച്ച്, എന്നെ കുറിച്ച് എന്താ പഠിച്ചത്? ഇതൊക്കെ നമ്മളെ കൃത്യമായി മനസ്സിലാക്കുന്ന സാധനമാണ്. ഷിർക്കും കുഫ്റും തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഇതൊക്കെ ഞാൻ ഇപ്പൊ എടുത്ത പോലത്തെ ഓരോ ടോപ്പിക്കുകളാട്ടോ, ഷഹാദത്ത് പോലത്തെ ഓരോ ടോപ്പിക് അപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മലക്കുകളെ കുറിച്ചാണ് അത് ആസിഫിനോട് പറയുമ്പോൾ പറഞ്ഞത്. ഈ ഇങ്ങനെ അടുക്കുന്ന ക്ലാസ് നിന്നാണ്, അതുകൊണ്ട് എനിക്ക് സൈഡിന്റെ കയ്യിലുള്ളത് ഏറ്റവും നല്ല ആർട്ടിച്ചിങ് എടുക്കാവുന്ന സാധനമാണ് മലക്കുകൾ. ഇത് എപ്പോഴെങ്കിലും മലക്കിനെ കുറിച്ച് കേട്ടപ്പോൾ ഈമാൻ കൂടിയാണ്. പക്ഷെ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈമാൻ നന്നായി പോകും. മലക്കുകളെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒരാൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. നമ്മളെ മക്കളെ വിളിച്ചാണ്, മോനെ ഗ്രഹണ നമസ്കാരം എന്നതുപോലെ കേട്ടോ. അത് എന്നോട് ചോദിക്കരുത് ഉസ്താദ്, അപ്പൊ ഉമ്മാക്ക് അറിയില്ല. ഉമ്മാക്ക് അറിയാതെ ഉമ്മ എന്നെ മനസ്സ് പറഞ്ഞേക്കണേ, ഉമ്മ പഠിച്ചിട്ടില്ല മനസ്സൊന്ന്. മതപരമായ ബേസിക് ആയിട്ട് പറഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമുക്ക് അറിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെക്കാളും ബാക്കിലാണ് മതവിഷയങ്ങളും. ആരും കുറ്റപ്പെടുത്താൻ പോലും പറയില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമസ്കരിക്കാൻ പാടില്ല സമയങ്ങളുണ്ട്. നിങ്ങളെ സക്കാത്ത് സ്വന്തമായിട്ട് കണക്കൂട്ടാം, അതെനിക്കറിയാം. അതിങ്ങനെ അറിയില്ല എന്ന് പറയാം. നിസ്കാരത്തെ പോലെ നിർബന്ധമായ കാര്യമല്ലേ ജക്കാത്ത്? നിസ്കാരത്തിന്റെ കൂടെ പറഞ്ഞ സാധനം 33 സ്ഥലത്തോളം നിസ്കാരത്തിന്റെ കൂടെ ജക്കാത്തിനെ പറഞ്ഞത് വെച്ചാൽ നിസ്കാരങ്ങൾക്ക് അറിയാം, ജക്കാത്ത് അറിയണം. അറിയാണ്ട് പറയാൻ പാടില്ലേ? ജക്കാത്തിന്റെ പ്രാതിനിധ്യമായിട്ട് അറിയണം കേട്ടോ. അങ്ങനെ പഠിക്കാനുള്ള സംവിധാനമാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്ന സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് സംവിധാനമുണ്ട്. ഞാൻ അതിലെടുക്കുന്ന പിന്നെ ടോപ്പിക്കാണ് ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്ന വെച്ചാൽ ഈ കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. ഒരുപാട് തിരക്കിനിടയിൽ നമ്മളെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ വലിയൊരു അവസരമാണ്. നിങ്ങൾ ഇന്ന പരിചയം കുറച്ച് ആൾക്കാർ അവർ പോലും ഇന്നെ അവിടെ കാണുന്ന വിചാരിച്ചില്ല. ചില ആൾക്കാർ ഞാനതെ കാണുന്ന വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ കാര്യം നിങ്ങളിൽ ഇന്ന് ഇവിടെ വരുന്നു പറഞ്ഞ ഉറപ്പ് ചില ആൾക്കാർ ഇവിടെ വരാത്തവരുണ്ടാവില്ല. ഞാൻ കാര്യം പറഞ്ഞേ, നിങ്ങൾ ഇവിടെ വരൂലാന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ അന്ന് ചെയ്ത പണി കാര്യങ്ങള് നിങ്ങൾ ഇവിടെ വരണമെന്ന് അള്ളാന്റെ തീരുമാനം. ഞാനും വരണമെന്ന് ആര് തീരുമാനമാണ്? സഹീറിനിൽ നിന്ന് നിങ്ങളിത് കേൾക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. അള്ളാഹു എന്നെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ അറിയിക്കാനുള്ള കാര്യം അള്ളാഹ് അറിയിച്ചു. ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അറിഞ്ഞിട്ടില്ല എന്നുള്ളത്.
അതുകൊണ്ട് ഈ അവസരം ഇനിയും എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ഞാൻ എൻ്റെ ക്ലാസ് എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ ഒത്തൊരുമിച്ച് കൂടലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വയാമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പല തിരക്കുകൾക്കിടയിൽ കൂടുന്ന ആളുകളാവാം. അള്ളാഹു നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും അതേപോലെ തന്നെ കുടുംബത്തിലൊക്കെ നമ്മത്തും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതൽ തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് എല്ലാവരും തുടക്കത്തിലിരിക്കുന്ന ഒരു മൂഡിലല്ല ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. കുറെ റിയലൈസേഷനുകളോടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഒരു 5-6 ദിവസം മുന്നേ ഞങ്ങൾ ഇതുപോലെ ISMന്റെ കുറച്ച് പ്രവർത്തകർ ഒരു വട്ടത്തിൽ ഇരുന്നു. അപ്പൊ ഇതേ വ്യക്തി അതിന്റെ മുന്നിൽ എനിക്ക് നിന്നിട്ട് സംസാരിച്ചപ്പോൾ അതിൽ മിനിമം ഞങ്ങള് 3 ഖത്തീബുമാരെങ്കിലും ഉണ്ടാവില്ല. നൗഫലും അതിന് മിനിമം ഞങ്ങൾ 3 ഖത്തീബുമാരെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളും മിമ്പറിൽ കയറി നിന്ന് ആളുകളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരെന്ന് കണക്കാക്കപ്പെടുന്ന ആളുകൾ. ഞങ്ങൾ ആ ക്ലാസ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കോരിത്തരിച്ചുകൊണ്ടായിരുന്നു ഇരുന്നിരുന്നത്. റിയലൈസേഷൻ പലരെ കൊണ്ടും റിയലൈസ് ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്. സ്വയം നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചറിവ്, അറിവും തിരിച്ചറിവും തമ്മിൽ ഭയങ്കര വലിയ അന്തരമാണ്. 99 തമ്മിലുള്ള വ്യത്യാസം. ആ തിരിച്ചറിവ് ഉണ്ടാവുന്ന സമയത്തെ ഏതൊരു മനുഷ്യൻ, ഇന്നത്തെ ഈ ക്ലാസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഷഹാദത്ത് പൂർത്തിയാവുന്ന ഒരു യഥാർത്ഥ മുസ്ലിമായി, ഹഖ്ഖ തുഖാത്തി എന്ന് പറയുന്നത് ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മൾ തഖ്വ എന്ന് പറയുന്നത് പല തലത്തിലാണ് നമ്മൾ ചിന്തിക്കുക. ഭയങ്കര തഖ്വയാണ്, എന്താണ് തഖ്വ നോക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. തഖ്വ ഹാഹുന എന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യനും മറ്റൊരാളുടെ തഖ്വ അളക്കാൻ പറ്റില്ല. എന്താണ് യഥാർത്ഥ തഖ്വ എന്ന് അല്ലാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ തഖ്വ, ഇവിടെ പറഞ്ഞ കാര്യം തന്നെ. തഖ്വ ഹഖ്ഖ തുഖാത്തി എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അല്ലാഹു ആയത്ത് അവസാനിപ്പിച്ചത്? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരു മനുഷ്യൻ മുസ്ലിമായി മരിക്കാൻ എന്താണോ ചെയ്യേണ്ടത്, അയാളുടെ ജീവിതം എങ്ങനെയാണോ ക്രമപ്പെടുത്തേണ്ടത്, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥ തഖ്വ എന്നുള്ള തിരിച്ചറിവ്. നമ്മള് ഈ ഒരു അൽഹംദുലില്ലാഹ് 10ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ പൂർത്തിയാവുന്നത്. കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗമാണ്. ഇപ്പം റിഷാദ് ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പൊ ഈ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കപ്പെട്ടവർ മാത്രമേ സ്വർഗത്ത് പ്രവേശിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹിന്റെ സന്നിധിയിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള മൊത്തം മനുഷ്യന്മാരിൽ 2% അതിന് ക്വാളിഫൈഡ് ആകുമെന്നുള്ളത് ശരിക്കുള്ളൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിന്തിക്കുകയാണ്, ശതമാന കണക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 എന്നല്ല 1% താഴെ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോ ഈ ഒരു ക്ലാസ്സിന് എന്താണ് പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ഇവിടെ വന്നിരുന്നു. പലരും പല ക്ലാസ്സുകളും ഇൻഫോ പാർക്കിന്റെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള പള്ളികൾ, പ്രത്യേകിച്ച് സലഫി പള്ളികളിൽ മാസം തോറും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ജുമാ ഖുതുബകളുണ്ട്. അതൊക്കെ കൂടാതെ പിന്നെയും ഈ ക്ലാസ്സിന് എന്താണ് ഒരു പ്രസക്തി എന്നുള്ളൊരു ചോദ്യം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പം ഒരു ഉമ്മനോട് ചോദിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ടുള്ള അതിനുള്ള ഉത്തരമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഈ കൂടിയിരിക്കുന്നത്, ഈ പറഞ്ഞ ഷഹാദത്തിന്റെ പൂർണ്ണ രൂപത്തിലുള്ള അടിസ്ഥാനത്തിൽ. മറ്റ് ക്ലാസ്സുകളും എല്ലാം അറ്റൻഡ് ചെയ്യുന്നതിന്റെ കൂടെ ഷഹാദത്ത് എന്ന ആ ഒരു കളങ്കമില്ലാത്ത ആ ഒരു പദം, അതിലൊരു കളങ്കവും ചേർക്കാതെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണെന്നുള്ളതാണ് അതിന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള ഉത്തരം. ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാമുകളോ ക്ലാസ്സുകളോ മതപരമായിട്ടുള്ള സംഘടനകളുടെ ക്ലാസ്സുകൾ തന്നെ ആണെങ്കിലും എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള മറ്റൊരു സ്വാഭാവികമായിട്ട് നല്ല നീയത്തോട് കൂടി തന്നെ എത്ര വിളിച്ച് വീർപ്പിച്ച് ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ച് വന്നുകൊണ്ട് കൂട്ടി വീട്ടിൽ വന്നുകൊണ്ട് ചിലർ കൂട്ടിക്കൊണ്ടുപോകും. ഖുർആൻ ക്ലാസ്സുകൾക്ക് വീട്ടിൽ വന്നുകൊണ്ട് വണ്ടിയില്ല വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നവരെ കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ എങ്ങനെ വലിച്ചു പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയാലും ഉള്ളിൽ
മനസ്സിന്റെ ഒരു ഭാഗത്ത് ഒരു നീയത്തുണ്ടാവും, റബ്ബേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പസമയം മാറ്റി വെക്കുകയാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ മുന്നിലുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നീയത്തോടു കൂടി മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒരു ലാഭം മിനിമം സ്വന്തം ആമാശനം ഇത് കഴിഞ്ഞാലുള്ള ഒരു നെയ്ച്ചോറും ബീഫ് കറി അല്ലെങ്കിൽ ഒരു ബിരിയാണി എന്നെങ്കിലും ഉള്ള ഒരു ചെറിയൊരു അംശം, ഒരു 5% മറ്റൊരു ഉദ്ദേശം മനസ്സിന്റെ സൈഡിൽ അറിയാതെ കയറി വരാം. അതുപോലും ഇവിടെ വന്നാൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. സാൻഡ്വിച്ച് കഴിച്ചാൽ ആർക്കും ഒന്നും ആവില്ല. അപ്പോ അങ്ങനെയുള്ള റബ്ബിന്റെ വചനം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ഒരു കൂട്ടം ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ കഴിഞ്ഞ വട്ടം പറഞ്ഞത് ഒന്നുകൂടി കൊണ്ട് റിപ്പീറ്റ് ചെയ്യാണ്. ആ റബ്ബിന്റെ വചനം മാത്രം പ്രതീക്ഷിച്ച് വന്നവർ എന്നത് ആ റബ്ബിന് ഒരേ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഒരു കലിമത്തിൽ ഒരു കളങ്കം പോലും ചേർക്കാൻ തയ്യാറാവാതെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ആ റബ്ബിന്റെ സന്നിധിയിൽ നാളെ റബ്ബ് മറനീക്കുന്ന ആ അത്യുജ്വലമായിട്ടുള്ള ആ നിമിഷം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നുള്ള രീതിയിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് ചെലവഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ പരിചയപ്പെടാത്ത ഈ റബ്ബിനെ ഇതേ രൂപത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കൂടി ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് ഹൃദയം കൊണ്ട് അടുത്ത് അറിയും, പരിചയപ്പെടും, എന്റെ സ്നേഹം ഒന്ന് ഞാൻ പങ്കിടും എന്നുള്ളൊരു നീയത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. അതിനുകൂടിയുള്ള ഒരു വേദി ആവട്ടെ എന്ന് റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ അമലായി നമുക്ക് എല്ലാവരും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അല്പസമയമെങ്കിലും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കൊരു റിയലൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൂരെ നിന്നും യാത്ര ചെയ്ത് വന്ന് സമയം കണ്ടെത്തി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ രാത്രി തിരിച്ച് വീട്ടിലേക്കൊന്നും എത്താൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും തങ്ങിയിട്ടൊക്കെ പോകണം. അതിനുവേണ്ടി സമയം കണ്ടെത്തി നമ്മളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയ സുഹൃത്തും പണ്ഡിതനുമായിട്ടുള്ള സഹീർ ഫാറൂഖി വട്ടത്തെ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. വീക്ക് ഡേയ്സ് പ്രത്യേകിച്ച് ബുധനാഴ്ച രാത്രി കോളുകളുള്ളവരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരാളിപ്പോ പുറത്ത് അവസാനം കോള് തുടങ്ങിയപ്പോ പുറത്ത് പോയി കോൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് തന്നെ അവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. റബ്ബിന്റെ ആ ഒരു വച്ച് പ്രതീക്ഷിച്ചുകൊണ്ട് വന്നവരാണ്. എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മിൽ നിന്നെല്ലാവരും നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന ഇതേ രൂപത്തിൽ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ സന്നിധി ഒരുമിച്ച് കൂടാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا امه مسلمه لك وارنا مناسكنا وتب علينا انك انت التواب الرحيم. امين امين برحمتك يا رب العالمين.